ആ ആ ഈ അറ്റം തൊട്ട് പറയണം ഇവിടെ എന്തിനാ വന്നതെന്ന് പറയണം. ഓരോരുത്തർ ആദ്യം ഓരോരുത്തർ പേര് പറയും, ഈ അറ്റം തൊട്ട് പറയും. ആ ആ ആ ജിജിമോള്. അഭിനയ. ആ ശ്രീകുട്ടി. സുധി. ഉം. ഏ ബിജി. സിജിൽ. ഉം. ബേബി. ബേബി സെൻ. ഏത് മതത്തിൽപ്പെട്ട ആളാണ്? ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിം ആണോ? ഏ ആ അമ്മ. അമ്മ ഹിന്ദു. ആ കുഴപ്പമില്ല. ആ ബാക്കി കാര്യം പിന്നെ പറഞ്ഞുതരാം. പേടിക്കണ്ട. അവൻ്റെ ചെറിയ കൊച്ചിൻ്റെ പേരെന്താണ്? ഏ സുജിത്ത്. മുളക് പൊടി മേടിച്ചാ വീട്ടിൽ? എത്ര കിലോ മേടിച്ചു? 2 കിലോ? 10 കിലോ? ആ 10 കിലോ മുളക് പൊടി മേടിച്ചിട്ട് ടിന്നിലിട്ട് വെച്ചിരിക്കുകയാണ്. അവൻ പറഞ്ഞത് ഒരു വീട് സുഖകരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ മുളക് പൊടി കുറച്ച് മേടിച്ച് സ്റ്റോക്ക് ചെയ്യണം. അപ്പോൾ 10 കിലോ മുളക് പൊടി മേടിച്ച് സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. ആ അടുത്തിരിക്കുന്ന ആളുടെ പേരെന്താണ്? ബിജിത്ത്. ഇനി ഓരോരുത്തരും അവിടെ ഇരുന്ന് പറയുക എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുക. ഈ അറ്റം തൊട്ട് പറയും എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുക. എന്തിനാണ് ഇങ്ങോട്ട് നേരെ ഇരിക്കുന്നത് ആദ്യം. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഏ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? സിനിമ കാണാനാ? പിന്നെ എന്ത് കാണാൻ എന്തിനാ വന്നത്? ഏ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്റെ പേരെന്താണ്? സജിത്ത്. ആ സജിത്ത് പറയൂ, എന്തിനാണ് യജ്ഞശാലയിലേക്ക് വന്നത്? ഏ കേൾക്കുന്നില്ല. അവൻ എന്താ പറയുന്നത്? എന്താണ് അവൻ പറയുന്നത്? ആ ശരി. സ്വാമി ക്ലാസ് എടുക്കുന്നത് കേൾക്കാൻ വന്നതാണ്. ശരി. നീ എന്തിനാ വന്നത്? ആ ഭഗവത്ഗീത പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. ശരി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഏ സ്വാമിയെ കാണാൻ? ഏ ഏ കേൾക്കാനായിട്ട്. ശരി. നീ എന്തിനാ വന്നത്? ശരി. പഠിക്കാൻ വന്നതാണ്. പഠിക്കാൻ വന്നതാണ്. ഓ ശരി. ആ അവൻ്റെ പേരെന്താണ്? ഏ സുജിത്ത് എന്തിനാണ് വന്നത്? പഠിക്കാൻ വന്നതാണ്. ഓ ശരി, നല്ല കുട്ടി. ആ വിജിത്ത് എന്തിനാണ് വന്നത്? പഠിക്കാൻ. എന്ത് പഠിക്കാൻ? ഓ ശരി, ഭഗവത്ഗീത പഠിക്കാൻ. അപ്പം എല്ലാവരും എന്തിനാണ് വന്നത് എന്നുള്ളൊരു ബോധമുണ്ട് ഏകദേശം. പഠിക്കാൻ വന്നതാണ്. ലൈറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി നീക്കിയിടും. കുറച്ച് നീക്കിയിട്ടാൽ മതി. അപ്പോൾ 1 2 3 4 5 6 7 8 9 10. 10 കുട്ടികളുണ്ട്. 10 കുട്ടികൾ ഇവിടെ എന്തിനു വന്നു എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അവർ എല്ലാവരും ശരിയായ ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഭഗവത്ഗീത പഠിക്കാൻ വന്നിരിക്കുകയാണ്. അത് ശരിയായ ഒരു ഉത്തരമാണ്. അപ്പം നിങ്ങൾ വന്ന കാര്യം നടക്കണമല്ലോ, ഭംഗിയായിട്ട് നടക്കണമല്ലോ. അപ്പം നിങ്ങൾ വന്ന കാര്യം ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ഇച്ചിരി ബലം പിടിച്ചിങ്ങനെ ഇരിക്കണം. കാലൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കണം, കൈയൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കണം. ഇനി കഴുത്ത് നേരെ പിടിക്കണം. ഇങ്ങനെ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും തിരിയരുത്. അപ്പോൾ അത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കണമെങ്കിൽ നിങ്ങളോട് തന്നെ പറയണം. ഇതിനെ മനഃശാസ്ത്രത്തിൽ
ഓട്ടോ സജഷൻ എന്ന് പറയും. അതായത് നിങ്ങൾക്ക് തന്നെ ഒരു നിർദ്ദേശം കൊടുക്കണം. ഞാൻ ഭഗവത്ഗീത പഠിക്കാൻ വന്നിരിക്കുകയാണ്, എൻ്റെ കാല് അനങ്ങാതെ ഇരിക്കണം, എൻ്റെ 2 കാലുകളും അനങ്ങാതെ ഇരിക്കണം, എൻ്റെ കൈകൾ അനങ്ങാതെ ഇരിക്കണം, കഴുത്ത് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ പാടില്ല, ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരിക്കണം, പഠിക്കണം എന്നൊക്കെ നിങ്ങളോട് തന്നെ പറയണം. പറഞ്ഞോ? പറഞ്ഞോ? പറഞ്ഞു. അങ്ങനെ ഒരു സെറ്റിങ്സ് ഉള്ളിൽ കൊടുക്കുകയാണ്. അങ്ങനെ മനഃശാസ്ത്രത്തിൽ ഓട്ടോ സജഷൻ എന്ന് പറയും. അതായത് നിർദ്ദേശം, നിങ്ങൾക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. ഇപ്പോൾ പുറമേ നിന്ന് ഒരാൾ പറഞ്ഞാൽ അത് നിങ്ങൾ കേൾക്കണമെന്നില്ല. ഒരു സൈക്കോ തെറാപ്യൂട്ടിക് ടെക്നിക്കാണ് സൈക്കോ തെറാപ്പി. അപ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെ ഒട്ടും സ്വസ്ഥതയില്ലാത്ത, ഇങ്ങനെ ഇടത്തോട്ട് തിരിക്കും വലത്തോട്ട് തിരിക്കും, കൈയിട്ട് ഇങ്ങനെ കറക്കും, അതിങ്ങനെ കറക്കും, പിന്നെ കാലിട്ടടിക്കും, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു ഇരിക്കപ്പുറതില്ലാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഓട്ടോ സജഷൻ കൊടുക്കണം. അവർക്ക് നിർദ്ദേശം അവർ തന്നെ കൊടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. പിന്നെ ഇങ്ങനെ നിർദ്ദേശം പുറമേ നിന്നും കൊടുത്ത് അവരവരുടെ ഉള്ളിൽ നിന്ന് അവരവർക്കും കൊടുത്ത് എന്നിട്ട് ഒതുങ്ങിയിരിക്കാൻ പറ്റുന്നില്ലെങ്കിലോ പിന്നെ കിടത്തി ചികിത്സിക്കണം, മരുന്ന് കൊടുക്കണം. രാവിലെ ഒരു ഗുളിക, ഉച്ചക്ക് ഒരു ഗുളിക, രാത്രി ഒരു ഗുളിക. ചില കുട്ടികളൊക്കെ രാത്രി ഉറക്കത്തിൽ കിടന്നും ക്രിക്കറ്റ് കളിക്കും. അടിയടാ പിടിയടാ, ഓ ഞാൻ കാഴ്ച പിടിച്ചേ, സിക്സർ അടിയടാ എന്നൊക്കെ പറഞ്ഞ് രാത്രി ഉറക്കത്തിൽ കിടന്നും ക്രിക്കറ്റ് കളിക്കും. അതെന്താ? മനസ്സ് ഒതുങ്ങുന്നില്ല. ക്രിക്കറ്റ് കളിയൊക്കെ ഇങ്ങനെ ഉള്ളിൽ വന്ന് നിറഞ്ഞിട്ട് പിന്നെ ചില കുട്ടികൾക്ക് ഉറക്കമൊക്കെ ഇല്ലാതെയായി അവരൊക്കെ ആകെ പ്രശ്നങ്ങളാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രയോഗിക്കുകയും വേണം. പിന്നെ ഒട്ടും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റാത്ത ആളുകൾ അവർ പിന്നെ പരിശോധിക്കേണ്ടത് അവർ കഴിക്കുന്ന ആഹാരം. ഇപ്പോൾ രജോ ഗുണം കൂടിയ ആഹാരം കഴിച്ചാൽ ഇരിക്കാൻ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ മുട്ട, മത്സ്യം, മാംസം ഇതൊക്കെ കഴിച്ചാൽ ഈ ചോര ഇങ്ങനെ തിളയ്ക്കും. ചോര ഇങ്ങനെ തിളച്ചാൽ ഇരിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അടുത്തിരിക്കുന്ന ആളെ പിടിച്ച് കുത്തണമെന്ന് തോന്നും, ഒരു ചവിട്ട് വെച്ച് കൊടുക്കണമെന്ന് തോന്നും. അങ്ങനെയൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ വളരെ അസ്വസ്ഥത ഉള്ള കുട്ടികൾ ആഹാര രീതി ശ്രദ്ധിക്കണം. അവരുടെ ആഹാരത്തിൽ നിന്ന് ഈ മുട്ട, മത്സ്യം, മാംസം പോലെയുള്ള രൂക്ഷ ഗുണമുള്ള ആഹാരങ്ങൾ ഉപേക്ഷിക്കുക. പഥ്യാഹാരം, തെറാപ്യൂട്ടിക് ഫുഡ്. മനസ്സിലായോ ഇത്രയും പറഞ്ഞത്? നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണോ പറഞ്ഞത്? അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ബോധപൂർവം പ്രയോഗിക്കേണ്ടി വരും. എന്നാലേ എന്തെങ്കിലും ഒരു ഗതി ഉണ്ടാവുകയുള്ളൂ. എനിക്ക് ലൈറ്റ് അടിക്കുന്നുണ്ടോ? ഇത്തിരി നീക്കിയിട്ടില്ല. ഇന്ന് എത്രാം തീയതിയാണ് മണിയാശാനെ? ഇന്ന് 26. അപ്പോൾ 21, 24, 25, 26. അപ്പോൾ 4-ാം ദിവസമല്ലേ? ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗം ആണ് നമ്മളിവിടെ പഠനത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. പൊതുവായിട്ട് എന്താണ് കുറച്ച് പറയാനുള്ളതെന്ന് നോക്കട്ടെ. പൊതുവായിട്ടൊരു കാര്യം പറയാം. ഒരു കുട്ടി വന്നു. ആ കുട്ടി
ആരെങ്കിലും വന്നാൽ നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കണ്ട, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്കൊരു ട്രെയിനിങ് തരികയാണ്, മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള ഒരു ട്രെയിനിങ് തരികയാണ്. അതാണ് ഇങ്ങനെ സെക്യൂരിറ്റി ഗാർഡിനെയൊക്കെ നിയമിച്ചിരിക്കുന്നത്. ഇനി അടുത്ത വർഷം തൊട്ട് മണിയാശാനും ഒഴിവില്ലെങ്കിൽ ഒരു യഥാർത്ഥ പോലീസുകാരനെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തണം. ഒരു തോക്കും കയ്യിൽ വേണം. അത് കൊടുക്കും. അത് കൊടുത്തു. അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ്. ആരെങ്കിലും വന്ന ഒരെണ്ണം കൊടുക്കണമെന്ന് ഞാൻ ആംഗ്യ ഭാഷയിൽ അവന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് മൂപ്പരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താ പറഞ്ഞു വന്നത്? നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളൊരു വിഷയം തരാം. നിങ്ങൾ പലപ്പോഴും ഇത് ചിന്താശേഷി ഒക്കെ കുറവാണ്. ചിന്തിക്കാൻ പഠിക്കണം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എന്താണ് അങ്ങനെ ചിന്തിക്കണം. ഒരു കുട്ടി വന്നു, കുറച്ച് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, പറഞ്ഞാൽ മനസ്സിലാവുക എന്തോ. ഒരു കുട്ടി വന്നുവെച്ചും പറഞ്ഞു, സ്വാമി, ഇവിടെ മാപ്പിളമാരുടെ പാട്ട് ഇടരുത്. അപ്പോൾ ഞാനിവിടെ എല്ലാ റെക്കോർഡും ഇടും, ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഒക്കെ റെക്കോർഡ് ഇടും. ഇംഗ്ലീഷ് പാട്ട്, ഹിന്ദി പാട്ട്, ഞാനതിങ്ങനെ പഠിക്കുകയാണ്, ഓരോ വിഷയങ്ങൾ പഠിക്കുകയാണ്. എനിക്കിത് പഠിക്കുന്നതിലൂടെ എനിക്ക് ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഞാനിത് പഠിക്കുന്നത് എപ്പോഴും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. ജോയ് ഓഫ് ലേണിംഗ് എന്നാണ് അതിന് പറയുന്നത്. ഒരു വിഷയം പഠിക്കുക, അപ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഒരു ചെറിയ കുട്ടി വന്നുവെച്ചും പറഞ്ഞു, സ്വാമി, ഇവിടെ മാപ്പിളമാരുടെ പാട്ട് ഇടരുത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ? അവർ മുസ്ലിങ്ങളും നമ്മൾ ഹിന്ദുക്കളുമാണ്. നമ്മൾ ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ പാട്ട് കേട്ടുകൂടാ. അപ്പോൾ ഞാൻ അവന് 2 ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നീ തൽക്കാലം പോയിട്ട് പിന്നെ വാ എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ കുട്ടികളോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടെ എന്തുകൊണ്ട് ഈ പലതരത്തിലുള്ള മതത്തിൽപ്പെട്ട ആളുകളുടെയൊക്കെ പാട്ടുകൾ ഇവിടെ ഇടുന്നു, പാട്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുന്ന സമ്പ്രദായം എന്ന് പറയുന്നത് ഏത് മതവിശ്വാസിക്കും മതപരമായ ജീവിതം നയിക്കുക തന്നെ മോക്ഷപ്രാപ്തി ഉണ്ടാകുന്ന രീതിയിൽ മോക്ഷശാസ്ത്രങ്ങൾ പഠിപ്പിക്കുക. ഒന്നും കൂടി പറയാം. ഇപ്പോൾ ക്രിസ്ത്യാനി വന്നാലും മുസ്ലിം വന്നാലും ഹിന്ദു വന്നാലും കമ്മ്യൂണിസ്റ്റുകാരൻ വന്നാലും മാർക്സിസ്റ്റുകാരൻ വന്നാലും നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു ടെക്സ്റ്റാണ്. ഒരു ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തി, ഒരു മോക്ഷശാസ്ത്രത്തിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളിവിടെ ക്ലാസ് കൊടുക്കുന്നത്. ആ ക്ലാസ് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് മോക്ഷശാസ്ത്രം പഠിക്കുകയും അതിലൂടെ മോക്ഷപ്രാപ്തി ഉണ്ടാകുകയും വേണം. അപ്പോൾ ഇപ്പോൾ ഹിന്ദുമത വിശ്വാസികൾ, ക്രിസ്തുമത വിശ്വാസികൾ, ഇസ്ലാം മത വിശ്വാസികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ, കമ്മ്യൂണിസ്റ്റിൽ തന്നെ മാവോയിസ്റ്റുകൾ, മാർക്സിസ്റ്റുകാർ, ഇങ്ങനെ തീവ്രവാദികളൊക്കെ ഉണ്ട്. അപ്പോൾ ആര് വന്നാലും നമ്മളിവിടെ പഠിപ്പിക്കുന്നത് ഒരു ടെക്സ്റ്റാണ്. ഉദാഹരണം ഭഗവത്ഗീത, അല്ലെങ്കിൽ ദർശനമാല, അല്ലെങ്കിൽ വേദാന്ത സൂത്രം, ഇങ്ങനെയൊക്കെയുള്ള ടെക്സ്റ്റ് ബുക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ ആളുകൾ മതജീവിതം നയിക്കുന്നത് ഇവിടെ ബാധകമല്ല. മതജീവിതം എന്ന് പറയുന്നത് ഒരു തുടക്കമാണ്. അമ്പലത്തിൽ പോകുന്നതോ പള്ളിയിൽ പോകുന്നതോ ഒക്കെ ഒരു തുടക്കമാണ്. മതജീവിതത്തിൻ്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തിയാണ്. മതജീവിതം നയിക്കുന്ന പലർക്കും മോക്ഷം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിന് മോക്ഷശാസ്ത്രം പ്രത്യേകം അധ്യയനം ചെയ്യണം, പഠിച്ചു മനസ്സിലാക്കണം, അല്ലാതെ വേറെ വഴിയില്ല.
മനസ്സിലായ പറഞ്ഞത്? അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയൊക്കെ പാട്ടിടുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു കൊച്ചു കുട്ടിയോട് ഇത് പറഞ്ഞാൽ ഇത് മനസ്സിലാവില്ല. ഇപ്പോൾ ഒരു പുതിയ മൊബൈൽ ഫോൺ, ഒരു സാധാരണ മൊബൈൽ ഫോൺ ആണെങ്കിൽ ഒരു കൊച്ചു കുട്ടിക്ക് അതിനെ പിടിച്ച് നെക്കിയിട്ട് അവൻ ഹലോ ഹലോ എന്നൊക്കെ വിളിക്കും അല്ലേ, അവനെ അത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ വളരെ ആധുനിക രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റൊക്കെ ഉള്ള ഫോണുകളുണ്ട്. 3G ഫോൺ, 4G ഫോൺ എന്നൊക്കെ പറഞ്ഞ് വളരെ ടച്ച് സ്ക്രീൻ, ഇങ്ങനെ ഒന്ന് തൊട്ടാൽ ഓരോന്നൊക്കെ തെളിഞ്ഞു വരും. അപ്പോൾ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ ചെറിയ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരും. കമ്പ്യൂട്ടർ പോലെയാണ്, ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെ ഉള്ള ഫോണുകൾ, ആൻഡ്രോയിഡ് ഫോണുകൾ, 4G 3G ഫോൺ, 4G ഫോൺ. അപ്പോൾ അവന് ആ ചെറിയ കുട്ടിയെ സംബന്ധിച്ച് ഇത് എവിടെ ഞെക്കണം എന്നറിഞ്ഞോളൂ. ഒരു പഴയ ഫോണാണെങ്കിൽ അവൻ എവിടെയെങ്കിലുമൊക്കെ ഞെക്കിയിട്ട് വിളിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ചെറിയ കുട്ടികളാണ് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്തിട്ട് ചില കാര്യങ്ങളിൽ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. മണിയാശാൻ ഒരു ഇത്തിരി ചൂടുവെള്ളം വേണം, ഒരു ചൂടുവെള്ളം. ഇനി ഒരു നടന്ന സംഭവം പറയാം. കുറച്ച് രസകരമാണ്. ചിന്തിക്കാനുള്ള വിഷയമാണ്, ചിരിക്കാനും ചിന്തിക്കാനുള്ള വിഷയമാണ്. ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ ഇതുപോലെ ഒരു ആശ്രമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അത്രയും പ്രായമുള്ള ഒരു കുട്ടി വന്നു. ഈ കുട്ടികളോട് സംസാരിക്കുമ്പോൾ വെറുതെ രസമാണ്. അവർ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ വളരെ വിചിത്രമായിട്ടുള്ള മറുപടികളൊക്കെ അവർ പറയും. അപ്പോൾ അവൻ വന്ന് ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു, ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. മണിയാശാനെ ഇങ്ങോട്ട് വന്നേ, ഒരിത്തിരി ചൂടുവെള്ളം തീർന്നെടുത്തേ. അപ്പോൾ അവൻ വന്നിങ്ങനെ ഇരുന്നു. ഞാനിങ്ങനെ ഒരു ആശ്രമത്തിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു ഹാളിൽ ഇങ്ങനെ ഇരിക്കുക. അത് ഓപ്പൺ എയർ ഹാള്, ഇങ്ങനെ തുറന്നതാണ് ഒരു ഹാള്. ഒരു വശത്ത് മാത്രം കെട്ടിടമുള്ളൂ, ബാക്കി 3 വശം ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. അവിടെ ഒരു ചുമരുമ്മ ഒരു അയ്യപ്പൻ്റെ ഒരു പടം അവിടെയുണ്ട്. അതിനടുത്താണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇവൻ വന്നു ഇരുന്നു. അവനോട് ചോദിച്ചു, വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവൻ ഈ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ അവൻ്റെ അറിവ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ടെസ്റ്റ് നടത്തി. കസേര ഇട്ടിട്ട് അവിടെ വയ്ക്കും, വെള്ളം അവിടെ വയ്ക്കും, എടുത്ത് കസേര ഇട്ട്. അവന് ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ അവൻ്റെ അറിവ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ടെസ്റ്റ് പേപ്പർ നടത്തി. അപ്പം അവനോട് ഞാൻ ചോദിച്ചു, ദൈവമുണ്ടോ? അവൻ പറഞ്ഞു ദൈവം ഇല്ല. ദൈവത്തിന് എന്ത് പറ്റി? ദൈവം മരിച്ചുപോയി. ദൈവം മരിച്ചു എന്നുള്ളതിന് വല്ല തെളിവ് വല്ലതും ഉണ്ടോ? തെളിവുണ്ട്. അപ്പോൾ തെളിവ് ഹാജരാക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, സ്വാമി ആ പടത്തിൽ നോക്ക്. സ്വാമി പടം കാണുന്നില്ലേ? ഓ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പടം ദൈവം മരിച്ചു എന്നുള്ളതിന് തെളിവായിട്ട് എങ്ങനെ നമ്മൾ കണക്കാക്കുമെന്ന് ചോദിച്ചു. സ്വാമിക്ക് അറിഞ്ഞൂടെ? മരിച്ച ആളുകളുടെ പടമാണ് നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കുന്നത്. അവൻ്റെ മറുപടി അതാണ്. മരിച്ച ആളുകളുടെ പടമാണ്
നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കുന്നത്. ദൈവം മരിച്ചു, അതിൻ്റെ പടം എടുത്ത് നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചു. ദൈവമില്ല, ദൈവം മരിച്ചുപോയി. അപ്പം ഇത് എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ചെറിയ കുട്ടി അവൻ ചിന്തിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്, ദൈവം ഇല്ല, ദൈവം മരിച്ചുപോയി, ദൈവം മരിച്ചു എന്നുള്ളതിന് തെളിവാണ് ഈ ദൈവത്തിൻ്റെ പടം ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുക. സാധാരണ മരിച്ചുപോയ ആളുകളുടെ പടമൊക്കെ ഫ്രെയിം ചെയ്ത് വയ്ക്കുമല്ലോ. അപ്പം ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് രക്ഷയില്ല. അപ്പം അവൻ്റെ ചിന്ത ഈ ഒരു ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിന്തയല്ല. ഒപ്പിടാനുണ്ടോ? വന്നോളൂ, പോസ്റ്റ്മാൻ വന്നിരിക്കുന്നു, വന്നോളൂ. നിങ്ങൾ തരേണ്ട ഗുരുദക്ഷിണ ആരോ അയച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ 10 കുട്ടികളില്ലേ, 10 കുട്ടികൾ തരേണ്ട ഗുരുദക്ഷിണ ആരോ അയച്ചിരിക്കുക. ഇവിടെ അല്ലേ? ഗുരുദക്ഷിണ അയച്ചിരിക്കുന്ന ആള് ഗണേഷ്, കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരാൾ ഗുരുദക്ഷിണ അയച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇന്ന് എനിക്ക് തരേണ്ട ഗുരുദക്ഷിണ ഒരാൾ അയച്ചു തന്നിരിക്കുകയാണ്. 1 2 3 4 5 6 7 8 9 10 10 കുട്ടികൾ, 10 കുട്ടികൾ എനിക്ക് തരേണ്ട പൈസ 11 കുട്ടികളില്ല, 11 കുട്ടികളുടെ ഗുരുദക്ഷിണ കിട്ടിയിട്ടുണ്ട്. അത് പ്രധാന ചർച്ചാ വിഷയമല്ല. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ ആ കൊച്ചുകുട്ടി ദൈവത്തെപ്പറ്റിയും ഒക്കെ ചിന്തിച്ച് അവൻ ഉറപ്പിച്ച് വച്ചിരിക്കുന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ അത് അടിസ്ഥാന പ്രമാണത്തിന് വിരുദ്ധമാണ്. ബിജുമോളെ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ചിന്തിക്കണം? വിശ്വാസം എന്നുള്ളതിനേക്കുള്ള ഉപരിയായിട്ട് ഭഗവത്ഗീത പോലെയുള്ള അടിസ്ഥാന പ്രമാണങ്ങൾ വെച്ച് ചിന്തിക്കണം. മനസ്സിലായ? അപ്പം അത് അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ ചിന്തയ്ക്ക് കെട്ടുറപ്പുണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ കുട്ടി മുസ്ലിം കുട്ടിയാണ്. ആ കുട്ടി അള്ളാഹുവിനെ പറ്റി, ദൈവത്തെപ്പറ്റി ചിന്തിക്കേണ്ടത് ഖുറാനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇനി കൈനേരമൊക്കെ നീ പരിശുദ്ധ ഖുറാനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കാൻ അവന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭഗവത്ഗീതയെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കണം. അവൻ ഭഗവത്ഗീതയും പഠിക്കൂല, ഖുറാനും പഠിക്കൂലെങ്കിലോ പിന്നെ അവൻ ചൂണ്ടയിടാൻ പൊക്കോളണം. ഒരു ചൂണ്ട സംഘടിപ്പിച്ച് ചൂണ്ടയിട്ട് മീൻ പിടിച്ച് അതിനെ പൊരിച്ച് തിന്നോളണം. അപ്പം അത് ശരിയാവത്തില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ എന്താ പറയുക, പോക്കിരിയായി പോകാൻ പാടില്ല. നിരുത്തരവാദം, യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിൽ ജീവിക്കുക. ആ മുസ്ലിം കുട്ടിയാണ്, അവൻ ഖുറാനും പഠിക്കൂല, ഭഗവത്ഗീതയും പഠിക്കൂല, തല്ലിപ്പൊളിയായി പോവുക, പോക്കിരിയായി പോവുക. അത് പറ്റൂല, അത് അംഗീകരിച്ച് തരാൻ പറ്റൂല. മണിയാശാനെ വിളി, അവരെ കൈകാര്യം ചെയ്യണം. അത് ലേറ്റായിട്ട് വരുന്നവരെ കൈകാര്യം ചെയ്യണം. അവന്മാരെ കൈകാര്യം ചെയ്യണം. മണിയാശാന മുട്ടമ്പടിയായിട്ട് വാ. ലേറ്റായിട്ട് വരുന്നവരെ കൈകാര്യം ചെയ്യണം. സെക്യൂരിറ്റി ഗാർഡിനെ വിളി. സെക്യൂരിറ്റി ഗാർഡിനെ വിളി. ലേറ്റായിട്ട് വരുന്നവരൊക്കെ ഒതുങ്ങിയിരിക്കണം. അത് ചെഗുവേരയുടെ ആളാണ്. ഫെഡറൽ കാസ്ട്രോ, ചെഗുവേര ഒക്കെ അതിൻ്റെയൊക്കെ ആൾക്കാരാണ്. അത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലൂടെ അവർ സന്ധി സംഭാഷണത്തിന് തയ്യാറല്ല. അവർ പറയുന്നത് ഈ
തോക്കെടുത്ത് വെടിവെച്ച് അദ്വൈതാനന്ദ സ്വാമിയെ പോലെയുള്ള വെടിവെച്ച് കൊന്ന് അധികാരം പിടിച്ചെടുക്കണം. അവരൊട്ടും അനുസരിക്കത്തില്ല. കമ്മ്യൂണിസ്റ്റ് തീവ്രവാദം. ഫിദൽ കാസ്ത്രോ, ചെഗുവേര, മാവോ സേത്തുങ് അതിൻ്റെ ആളാണ് അല്ലേ? അതിൻ്റെ ആളല്ല, അതിൻ്റെ ആളാണ്. അവര് യാതൊരുവിധ സന്ധി സംഭാഷണത്തിനും തയ്യാറില്ല. അവരുടെ സിദ്ധാന്തമാണ് ഉന്മൂലനം. ഇവിടെ ഒരിക്കലൊരാൾ വന്നു, അയാൾ വന്നു വെച്ചാൽ എന്നോട് പറഞ്ഞു, സ്വാമി, ഈ ഇന്ത്യയിൽ 5 ലക്ഷം മുതലാളിമാരുണ്ട്. ഈ 5 ലക്ഷം മുതലാളിമാരെ വെടിവെച്ച് കൊന്നാൽ ഈ ഇന്ത്യ രാജ്യം നമുക്ക് കിട്ടും. അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. ഉന്മൂലന സിദ്ധാന്തക്കാർ മുതലാളി വർഗവുമായി അല്ലെങ്കിൽ അദ്വൈതാനന്ദ സ്വാമിയെ പോലുള്ള ദൈവത്തിൻ്റെ ആളുകളുമായിട്ട് യാതൊരുവിധ സന്ധി സംഭാഷണവും ഇല്ല. ഉന്മൂലനം, ഫിനിഷ്ഡ്. അങ്ങനെ അധികാരം പിടിച്ചെടുക്കുക. മണിയാശാനെ ഒന്ന് വിളിച്ചേ. മണിയാശാനെ ഒന്ന് വിളിക്കും. മണിയാശാനെ ഒന്ന് ഇങ്ങോട്ട് വരൂ. അപ്പോൾ ഈ ഒട്ടും അനുസരണയില്ലാത്ത ഈ ചെഗുവേരയുടെയും എന്താണ് ഫിദൽ കാസ്ത്രോൻ്റെയൊക്കെ ആൾക്കാർ, DYFI അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളിവിടെ യജ്ഞശാലയിൽ വന്നാൽ ഇരിക്കാൻ പറയും. പക്ഷെ അവർ യജ്ഞശാല വന്നാലും ഒരു സാമാന്യ മര്യാദ പരിപാലിക്കണം. അവനങ്ങോട്ട് പുറകിലിരുത്ത്. അതകന്നിരുന്നാലേ കുറച്ചെങ്കിലും ഒരു ഇവിടെ ക്ലാസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ. അല്ല, അവനെ പുറകിലിരുത്ത്. അറ്റത്തിരുത്ത്. അറ്റത്തിരിക്കും. പറഞ്ഞനുസരണയില്ലാത്ത ആൾ അവിടെ തന്നെ ഇരിക്കും. സുരാഗ് അത് ഒട്ടും അനുസരിക്കത്തില്ല. അനുസരിക്കോ? എന്നാൽ അറ്റത്തിരിക്കും, അവിടെ ഇരിക്കും. ഇനി സുരാഗിൻ്റെ അടുത്ത് ആരെങ്കിലും വന്നാൽ ആ കസരുടെ അപ്പുറത്തിരുത്തണം. ചില നിയമങ്ങളുണ്ട് ഇവിടെ. നിയമങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ, നിയമങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ബസ്സിൽ പോകുമ്പോൾ ബസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്, കൈയും തലയും പുറത്തിടരുത്. കൈയും തലയും, മനയാശൻ അവിടെ ഇരിക്കും കുറച്ചു നേരം. കൈയും തലയും പുറത്തിടരുത്. അപ്പം ഇങ്ങനെ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരാളിങ്ങനെ കൈ ഇട്ടാലോ, കൈ പുറത്തേക്കിടും. അപ്പോൾ വേറൊരു ബസ് ഇങ്ങനെ വന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? കയ്യും പറിച്ചുകൊണ്ട് ബസ് അങ്ങ് പോവും. തല പുറത്തിട്ടാലോ, തല പുറത്തിട്ടാൽ അതിനെതിരെ ഒരു വണ്ടി വന്നാൽ ആ വണ്ടി തലയും കൊണ്ട് പോകും. അപ്പം ഇവിടെ ക്ലാസ് റൂമിൽ വന്നാൽ, യജ്ഞശാലയിൽ വന്നാൽ ചില നിയമങ്ങളുണ്ട്. അത് നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പറയുന്നതാണ്. മനസ്സിലായോ? അപ്പം എന്തൊക്കെയാണ് ഈ പറഞ്ഞു വന്നത്? അപ്പോൾ ദൈവം മരിച്ചുപോയി, ദൈവവും ഇല്ല. മരിച്ച ആളുകളുടെ ഫോട്ടോ ആണ് ഫ്രെയിം ചെയ്ത് വെക്കുന്നത്. അതാ ദൈവത്തിൻ്റെ പടം ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു. ദൈവം മരിച്ചുപോയി, അതുകൊണ്ട് ദൈവവും ഇല്ല. അങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങളൊരു നിർണയത്തിലെത്തിയാൽ വലിയ അപകടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ദൈവമുണ്ടോ മോക്ഷമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതിന് ആധികാരികമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വെച്ച് പഠിക്കണം. എന്നിട്ട് അതിനനുസരിച്ച് തത്വവിചാരം ചെയ്ത് നിർണയത്തിലെത്തണം. ഉറപ്പിക്കണം അത്. അപ്പോൾ ആ കുട്ടി മുസ്ലിം കുട്ടിയാണ്. അവൻ അവൻ ഖുറാനും പഠിക്കൂല, ഭഗവത്ഗീതയും പഠിക്കൂല എന്നുള്ള അന്തരീക്ഷം വന്നാലോ, ഒരു സാഹചര്യം വന്നാലോ, അത് അവന് തന്നെ സർവനാശം. അത് ശരിയാവത്തില്ല. അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒന്നില്ലെങ്കിൽ ഖുറാൻ പള്ളിയിലൊക്കെ പോയിട്ട്, ഇപ്പോൾ മദ്രസയിലൊക്കെ പോയിട്ട് ഖുറാൻ ഭംഗിയായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകളിൽ വന്നാൽ ഭഗവത്ഗീത നേരെ ചൊവ്വനെ പഠിക്കുക. ഇത് രണ്ടും പഠിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് പഠിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്.
അത് ബൈബിളോ ഗീതയോ ഖുറാനോ പഠിക്കാം. പക്ഷെ ഇതിനെല്ലാം എതിർക്കുന്ന, ഇതിനെല്ലാം വെറുക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുക, അതിന് അദ്വൈതാനന്ദ സ്വാമി കൂട്ടുവെക്കണമെന്ന് പറഞ്ഞാൽ നടക്കൂല. അതാരും അംഗീകരിക്കില്ല. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ഒക്കെ പറയാനുണ്ട്. ഇനി പൊതുവായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും പറയാനുണ്ട്. ഇന്നലെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് പറഞ്ഞ ഒരു കാര്യം എന്താണത്? കാപ്പി. അപ്പോൾ കാപ്പി കുടിച്ചിട്ടാവട്ടെ. നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി, അവിടെ കൊണ്ടുവന്ന് തരും. എല്ലാവരും അവിടെ ഇരുന്നാൽ മതി, കുട്ടികൾ അവിടെ ഇരുന്നാൽ മതി. ഒരാൾ ബിസ്ക്കറ്റ് കൊടുക്കും, ഒരാൾ കാപ്പിയും കൊടുക്കും. സുരാഗേ, നേരെ നോക്കിയിരി. അവിടെ ഇരിപ്പിനൊരു തകരാറ് വന്നിട്ടുണ്ടോ അവിടെ? ഇരിപ്പിന് തകരാറ് വരാൻ പാടില്ല. നിങ്ങൾ ഇളകിയാൽ പിന്നെ കടന്നൽ കൂടി ഇളകുന്നത് പോലെയാണ്. പിന്നെ അത് സെറ്റായി വരാൻ കുറേ സമയമെടുക്കും. ആ പോയിട്ട് വാ. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നത് എന്തിനാണ്? ഭഗവത്ഗീത പഠിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് പഠിപ്പിക്കാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. അപ്പോൾ പഠിപ്പിക്കാൻ തയ്യാറാകുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പഠിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ഒരു ഗുരുശിഷ്യ പാരസ്പര്യത്തിൽ കൂടിയാണ് ഈ തത്വശാസ്ത്രം ഇവിടെ പഠിപ്പിക്കുന്നത്. ഗുരുശിഷ്യ പാരസ്പര്യം എന്ന് പറയുന്നത് ഇത് തന്നെ. ഒരു ബന്ധം, ഒരു സൗഹൃദം, ഒരു സ്നേഹം, ഒരു വിശ്വാസം, ഒരു ഉറപ്പ്, അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇത് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഗുരുശിഷ്യ പാരസ്പര്യം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശിഷ്യന് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇത് പഠിക്കുവാനുള്ള ഒരു മാനസിക സ്ഥൈര്യം, മനഃശാന്തി ഉണ്ടാകണം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഗുണഗണങ്ങളും ഉണ്ട്. കൈക്ക് നല്ല ബലമുണ്ട്, കാലിന് ബലമുണ്ട്, കേൾവിയുണ്ട്, കണ്ണ് ശരിക്ക് കാണുന്നുണ്ട്. പക്ഷേ മാനസിക സ്ഥിരത ഇല്ലെങ്കിലോ? മാനസിക സ്ഥിരത, സ്ഥൈര്യം, മനഃശാന്തി, സ്വസ്ഥത അത് ഉണ്ടാകണം. അത് പരിശീലനത്തിലൂടെ നേടിയെടുക്കണം. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം ഒന്നത് ചൊല്ലിത്തരാം, പിന്നെ നമ്മൾ പതിവ് പോലെയുള്ള വിസ്താരം ഉണ്ടാവും. ഭഗവത്ഗീത അധ്യായം 8 അക്ഷര ബ്രഹ്മയോഗം. അർജുനോവാച കിം തദ് ബ്രഹ്മ കിമധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ച കിം പ്രോക്തം അധിദൈവം കിമുച്യതേ അധിയജ്ഞ കഥം കോത്ര. ഒരു മിനിറ്റ്, ആ ലൈനിൽ അതൊന്ന് ഓഫ് ചെയ്തോ, അത് ഓഫ് ചെയ്യ്. ഓക്കെ, അവിടെ ലൈനിൽ അത് ഷോർട്ട് ഉണ്ട്, അത് പിന്നെ ശരിയാക്കാം. അധിയജ്ഞ കഥം കോത്ര ദേഹേ അസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം യേയോസി നിയതാത്മഭിഃ
ശ്രീഭഗവാനുവാച അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോ അധ്യാത്മമുച്യതേ. ഒന്നുകൂടി പറയാം. അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോ അധ്യാത്മമുച്യതേ. ഭൂതഭാവോദ്ഭവകരോ വിസർഗകർമ്മ സംജിതഃ. അതിഭൂതം ക്ഷരോ ഭാവഃ പുരുഷശ്ചാദിദൈവതം. അധിയജ്ഞ അഹമേവാത്ര ദേഹേ ദേഹഭൃതാംബര. അന്ധകാലേ ച മാമേവ സ്മരന്മുക്തോ കളേബരം. യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം. തം തമൈവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിതഃ. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മരയുധ്യ ച. മയ്യർപ്പിതമനോ ബുദ്ധിഃ മാമേ വൈഷ്യസ്യ സംശയഃ. അഭ്യാസയോഗയുക്തേന ചേതസാം നാന്യഗാമിനാ പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ. കവിം പുരാണം അനുശാസിതാരം അണോരണീയാം സമനുസ്മരേതഃ. ഒന്നും കൂടി. കവിം പുരാണം അനുശാസിതാരം അണോരണീയാം സമനുസ്മരേത് യഃ. കവിം പുരാണം അനുശാസിതാരം അണോരണീയാം സമനുസ്മരേത്. സർവസ്യ ധാതാരമചിന്യരൂപം ആദിത്യവർണം തമസഃ പരസ്താദ്. ആദിത്യവർണം തമസഃ പരസ്താദ്. പ്രയാണകാലേ മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ. ഭ്രുവോർമധ്യേ പ്രാണമാവേശ്യ സമ്യക് സദം പരം പുരുഷമുപൈതി ജാദ്യം. ഒന്നും കൂടി. പ്രയാണകാലേ മനസാ അചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ. ഭ്രുവോർമധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യദയോ വീതരാഗാഃ. ഇതി ഛന്ദോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. സർവദ്വാരാണി സംയമ്യ മനോഹൃദി നിരുധ്യ ച മൂർധന്യാധായാത്മനഃ പ്രാണം ആസ്ഥിതോ യോഗധാരണാം. ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ. യപ്രയാതി ത്യജം ദേഹം സയാന്തി പരമാം ഗതിം.
അനന്യചേതാ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ മാമുപേത്യ പുനർജന്മ ദുഃഖാലയമശാശ്വതം നാപ്നുവന്തി മഹാത്മാനഃ സംസിദ്ധിം പരമാം ഗതാഃ ആ ബ്രഹ്മഭുവനാലോകാഃ പുനരാവർത്തിനോ അർജുന. ഉറക്കെ ചൊല്ലി. ആ ബ്രഹ്മഭുവനാലോകാഃ പുനരാവർത്തിനോ അർജുന മാമുപേത്യതു കൗന്ദേയ പുനർജന്മന വിദ്യതേ സഹസ്രയുഗപര്യന്തം അഹര്യദ്ബ്രഹ്മണോ വിദുഃ. ഒന്നുകൂടി പറയാം. സഹസ്ര യുഗപര്യന്തം അഹര്യത് മായല്ല അത് പര്യന്തം അഹര്യത് ബ്രഹ്മണോ വിദുഃ സഹസ്രയുഗപര്യന്തം അഹര്യത് ബ്രഹ്മണോ വിദുഃ. രാത്രിം യുഗസഹസ്രാന്താം തേ അഹോരാത്രവിദോ ജനാഃ അവ്യക്താദവ്യക്തയഃ സർവാഃ പ്രഭവത്യഃ രാഗമേ രാത്രാഗമേ പ്രലീയന്തെ തത്രൈവാവ്യക്തസംജ്ഞകേ ഭൂതഗ്രാമസ്സ ഏവായം. ചില കുട്ടികൾ ഇത് ചൊല്ലാൻ മറന്നു പോകുന്ന. ഉറക്കെ ചൊല്ലണം എല്ലാവരും. ഭൂതഗ്രാമസ്സ ഏവായം ഭൂത്വാ ഭൂത്വാ പ്രലീയത്തെ രാത്രാഗമേ അവശഃ പ്രഭവത്യഃ രാഗമേ പരസ്തസ്മാത്തു ഭാവന്യോ അവ്യക്തോ അവ്യക്താത് സനാതനഃ യസ്സ സർവേഷു ഭൂതേഷു നശ്യസ്സു ന വിനശ്യതി അവ്യക്തോ അക്ഷരൈക്തുക്തഃ താമാഹു പരമാം ഗതിം യം പ്രാപ്യ ന നിവർത്തന്തെ തദ്ധാമ പരമം മമ. പുരുഷഃ സ പരപാർത്ഥ ഭക്ത്യാ ലഭ്യസ്തനന്യയാ യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവമിദം തദം യത്ര കാലേ ത്വനാവൃത്തിം ആവൃത്തിം ചൈവ യോഗിനഃ പ്രയാതായാന്തി തം കാലം വക്ഷ്യാമി ഭരതർഷഭ. അഗ്നിർജ്യോതിരഃ ശുക്ലഃ ഷണ്മാസാ ഉത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഃ. ധൂമോ രാത്രിസ്തഥാ കൃഷ്ണഃ ഷണ്മാസാ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതിഃ യോഗി പ്രാപ്യ നിവർത്തതേ. ശുക്ലകൃഷ്ണേ ഗതിഹേദേ ജഗതഃശാശ്വതേ മതേ ഏകയാ യാത്യനാവർത്തിം അന്യയാദാവർത്തതേ പുനഃ.
നൈതേ ശ്രുതി പാർത്ഥജാനൻ യോഗി മുഹ്യതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിദം വിദിത്വാ യോഗി പരം സ്ഥാനമുപൈതി ചാദ്യം. കുട്ടികൾ അവിടെ തന്നെ ഇരുന്നാൽ മതി. ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? സുരാഗേ, ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രധാന വേദാന്ത വിദ്യാർത്ഥി സുരാഗാണ്. ആരാ പ്രധാന വിദ്യാർത്ഥി? ആരാണ്? സുരാഗ്. ഇന്നലെ എന്തൊക്കെയാണ് പഠിച്ചത് പറയൂ. ഇന്നലെ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് പറയൂ. ഇവിടെ നോക്കി. ഇന്നലെ എന്തൊക്കെയാണ് പഠിച്ചത് സുരാഗ്? പറയൂ. ഓർമ്മയിലുള്ളത് പറയൂ. ഓർമ്മയില്ല? ഒരു കാര്യമെങ്കിലും പറഞ്ഞാൽ മതി, ഒരെണ്ണമെങ്കിലും. ഏതാണ്? പാർട്ടിക്കാരെ കുറ്റം പറഞ്ഞോ? പാർട്ടിക്കാരെ കുറിച്ച് പറഞ്ഞു. പാർട്ടിക്കാരെ കുറിച്ച് എന്താണ് പറഞ്ഞത്? പാർട്ടിക്കാരെ കുറിച്ച് എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ലിജിമോൾ ഇന്നലെ എന്തൊക്കെയാണ് പഠിച്ചത്? ഓർമ്മയിലുള്ളത് പറയൂ. അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. മതത്തെപ്പറ്റി പറഞ്ഞു. ഏത് മതത്തെപ്പറ്റി പറഞ്ഞു? എല്ലാം എന്ന് പറഞ്ഞ ഏതൊക്കെ മതങ്ങളാണ് പറഞ്ഞത്? ഇന്നലെ അദ്വൈതാനന്ദ സ്വാമി കുറച്ചു നേരം കൊണ്ട് 3 മതങ്ങളെ പറ്റിയും പറഞ്ഞോ? മുഴുവനും പറഞ്ഞോ? ഇപ്പോഴും പറഞ്ഞു. ഇന്നലെ പല കാര്യങ്ങളും പറഞ്ഞു. അതിൽ ആ ലേറ്റായിട്ട് വരുന്ന ആൾ പുറകിലിരി. ആ മണിയാശാനോട് ഒരു മുട്ടമ്പടിയായിട്ട് വരാൻ പറയും. കുറച്ചും കൂടി ഇങ്ങ് നീങ്ങിയിരിക്കണം. അല്ല, കസേര ഒരെണ്ണം ഒഴിച്ചിട്ടിട്ട് ഇപ്പുറത്തിരിക്കും. അഭിജിത്ത് 10 മണിക്ക് ക്ലാസ്സിന് വരേണ്ട ആൾ വന്നിരിക്കുന്നത് 12 മണിക്കാണ്. മിടുക്കൻ. ക്ലാസ്സിന് വന്നതല്ല, ചോറ് തന്നെ വന്നാണ്. 10 മണിക്ക് ക്ലാസ്സിന് വരേണ്ട ആൾ വന്നിരിക്കുന്നത് 12 മണിക്കാണ്. ഇതാണ് ഇവിടുത്തെ വേദാന്ത വിദ്യാർത്ഥികൾ. മനസ്സിലായ? 10 മണിക്ക് എന്ന് പറഞ്ഞാൽ 10:30-ക്കെങ്കിലും വരണം. 10:30-ക്ക് വരാൻ പറ്റൂല്ലെങ്കിൽ നേരെ ഇരിക്കും. 10:30-ക്ക് വരാൻ പറ്റില്ലെങ്കിൽ 11 മണിക്കെങ്കിലും വരണം, ഇല്ലേ? 10 മണിക്ക് വരാൻ പറഞ്ഞാൽ 10:30. 10 മണിക്ക് എത്തണമെന്ന് വിചാരിച്ച് തയ്യാറായാലേ 10:30-ക്ക് എത്തുള്ളൂ. പിന്നെ അഥവാ 10:30-ക്ക് എത്താൻ പറ്റില്ലെങ്കിൽ 10:30, 11 മണിയെന്ന് വിചാരിക്കും. ഇതിപ്പോൾ 12 മണിക്കാണ് ആൾ വന്നിരിക്കുന്നത്. എന്നിട്ട് 12 മണിക്ക് വന്നാൽ സ്വസ്ഥമായിട്ട് ഇരിക്കുകയോ ഇല്ല, എല്ലാവിധ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും മറ്റുള്ളവർക്കും കൂടി ആ അസ്വസ്ഥത മൂപ്പര് പകർന്നു കൊടുക്കുകയും ചെയ്യും. ആണ് മൂപ്പരുടെ പ്രധാന പരിപാടി. ഇന്നലെ ഇവിടെ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. അതിൽ പറഞ്ഞു, മാമനുസ്മര യുദ്ധജ, യുദ്ധം ചെയ്യണം. ഇതെന്താണ് സ്വാമി ഇങ്ങനെ പറയുന്നത് എന്ന് പലരും ചിന്തിക്കും. കാരണം ഇത് അതീവ സങ്കീർണമായ ഒരു വിഷയമാണ്. അദ്വൈതാനന്ദ സ്വാമി സമാധാനത്തെപ്പറ്റി പറയുന്നു, ശാന്തിയെപ്പറ്റി പറയുന്നു, നന്മ ചെയ്യണമെന്ന് പറയുന്നു. ഇതെപ്പോൾ പറയുന്നു യുദ്ധം ചെയ്യണം എന്ന്. ഇതെന്താണ് ഇങ്ങനെ പറയുന്നത്? അപ്പം അതിനെപ്പറ്റി പറഞ്ഞു. യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ സന്ദർഭം വളരെ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ എല്ലാ സന്ധി സംഭാഷണങ്ങളും പരാജയപ്പെട്ടു.
യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു. മറ്റ് ലോകരാഷ്ട്രങ്ങളൊക്കെ ഇടപെട്ടു, ദൈവം നേരിട്ട് വന്ന് ഇടപെട്ടു. എന്നിട്ട് ഒതുങ്ങുന്നില്ല, ജനം ഒതുങ്ങുന്നില്ല, വെടിവെക്കാൻ പോവുകയാണ്, തീരുമാനിച്ചു. അങ്ങനെ എല്ലാവിധ മാരകായുധങ്ങളുമായിട്ട് രണ്ട് രാജ്യങ്ങളിങ്ങനെ അടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്, അടുക്കുകയാണ്. എല്ലാ സന്ധി സംഭാഷണങ്ങളും പരാജയപ്പെട്ടു. യേശു ക്രിസ്തു, മുഹമ്മദ് നബി, എല്ലാ ദൈവങ്ങളും ഇടപെട്ട് നോക്കി, ആരും ഇടപെട്ടിട്ടും ശരിയാവുന്നില്ല. ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരൊക്കെ ഇടപെട്ട് നോക്കി, യുദ്ധം ആരും ഒതുങ്ങുന്നില്ല, വെടി വെച്ച് കൊല്ലുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആകെ പ്രശ്നമായി. ഇനിയിപ്പോൾ വെടിവെച്ച നീ നീങ്ങിയിട്ട് എന്നാൽ ഇനിയിപ്പോൾ നിങ്ങൾ വെടിവെച്ച് തമ്മിൽ വെടിവെച്ച് ചത്തോ, അല്ലാതെ ഇനിയിപ്പോൾ വേറെ വഴിയില്ല. അപ്പോൾ അങ്ങനെ അനിവാര്യമായൊരു ഘട്ടത്തിലാണ് തോക്കെടുത്ത് വെടിവെക്കണമെന്ന് പറയുന്നത്. ആരോട്? പട്ടാളക്കാരോട് പറയുന്നതാണ്. ഇവിടെ മനുസ്മര യുദ്ധജ, എല്ലാ കാലത്തും നീ ദൈവത്തെ സ്മരിക്കുകയും യുദ്ധം ചെയ്യണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തെ സ്മരിക്കുകയും സ്വധർമ്മം അനുഷ്ഠിക്കുകയും വേണം. പലർക്കും ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികളെല്ലാവരും നാളെ ഈ വിഷയം സ്വന്തം ജീവിതത്തിൽ നേർക്ക് വരും. ഞാൻ എന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കണം എന്നുള്ളൊരു പ്രശ്നം പൊന്തി വരും. ചിലപ്പോൾ പഠിച്ചതനുസരിച്ചുള്ള തൊഴിൽ കിട്ടൂല. നിങ്ങൾ ചിലപ്പോൾ പഠിച്ചത് ഒരു എൻജിനീയർ ആകാനോ ഡോക്ടറോ ആകാനോ ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഒരു തൂപ്പുകാരനായിട്ട് അല്ലെങ്കിൽ തൂപ്പുകാരിയായിട്ട് ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തു ചെയ്യും? വലിയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവം ഉണ്ടായി. ഇവിടെ ഈ ഭൂമിയിൽ അനേകം രാഷ്ട്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും വൃത്തിയുള്ളൊരു രാഷ്ട്രം എന്ന് പറയുന്നത് ഈ സിംഗപ്പൂരാണ്. ആ സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു രാജ്യമാണ്, ജനങ്ങളിങ്ങനെ തിങ്ങിപ്പാർക്കുകയാണ്. അപ്പോൾ അവിടുത്തെ നിയമങ്ങൾ, അവിടെ എപ്പോഴും ഇങ്ങനെ തൂത്ത് തുടച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കും. റോഡൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കും. ബസ്, വാഹനങ്ങൾ, കാറ്, ലോറി, ഈ ട്രെയിൻ, അതൊക്കെ നിയമങ്ങളാണ്, കർശനമായിട്ടുള്ള നിയമങ്ങളാണ്. അവിടെ പോയിട്ട് വേറൊരാളുടെ എന്നോടൊരു അനുഭവം പറഞ്ഞത്, അയാളിങ്ങനെ നടന്നിങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ റോഡിലൊന്ന് തുപ്പി. ഉടനെ പോലീസ് വന്നു. 700 രൂപ ഫൈൻ. അവിടെ റോഡിൽ തുപ്പാൻ പാടില്ല. നമ്മളുടെ രാജ്യമൊക്കെയാണെങ്കിൽ റോട്ടിൽ തുപ്പുക മാത്രമല്ല, പിന്നെ വേറെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ യാതൊരുവിധ വൃത്തികേടും ആ രാഷ്ട്രത്തിൽ ചെയ്യാൻ പാടില്ല. അതൊക്കെ ഇങ്ങനെ ക്യാമറ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വഴിയെ നടന്നു പോകുമ്പോൾ സിഗരറ്റ് കുറ്റിയിടുക, അല്ലെങ്കിൽ ചുമച്ച് തുപ്പുക പാടില്ല. അപ്പോൾ അവിടെ ഈ തൂപ്പുകാർ ഇങ്ങനെ, അവിടെയൊക്കെ സാനിറ്ററി എൻജിനീയർ എന്നാണ് പറയുന്നത്. അപ്പോൾ തൂക്കാനായിട്ട് കുറേ ആൾക്കാരൊക്കെ വേണം, വൃത്തിയാക്കാൻ, റോഡൊക്കെ വൃത്തിയാക്കാൻ കുറച്ച് ആൾക്കാരെ വേണം. അങ്ങനെ പത്രത്തിൽ വാർത്ത കൊടുക്കും, ഇങ്ങനെ കുറച്ച് ആൾക്കാരെ നമുക്ക് ആവശ്യമുണ്ട്, തൂപ്പ് ലൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ പുറകോട്ടിരിക്കും, പുറകോട്ടിൽ നോക്കി, കുറച്ച് പുറകോട്ടിൽ നോക്കി. അപ്പോൾ കുറച്ചും കൂടി പോട്ടെ. അപ്പോൾ ലൈറ്റ് അടിക്കില്ല. ഇപ്പോൾ ലൈറ്റ് അടിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ പരസ്യം കൊടുത്തു, കുറച്ച് തൂപ്പുകാരെ ആവശ്യമുണ്ടെന്ന്. അങ്ങനെ അപേക്ഷ വന്ന കൂട്ടത്തിൽ 4 എൻജിനീയർമാരുടെ അപേക്ഷയും വന്നിരിക്കുന്നു. അപ്പോൾ അവർ പഠിച്ചത് എൻജിനീയറിംഗ് ആണ്. വലിയ പഠിപ്പുള്ള ആൾക്കാർ തൂപ്പുകാരുടെ ജോലി ചെയ്യാൻ വന്നിരിക്കുന്നു. കാരണം പഠിപ്പനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല. അപ്പോൾ കിട്ടിയ പണി ചെയ്യുക. അപ്പോൾ സ്വധർമ്മം എന്ന് പറയുന്നത്, നിങ്ങൾ ഭാവിയിൽ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യേണ്ടി വരും. ഒന്നില്ലെങ്കിൽ തൂപ്പുകാരി, അല്ലെങ്കിൽ മരം വെട്ടുകാരൻ, അല്ലെങ്കിൽ കൂലിപ്പണി, അല്ലെങ്കിൽ വക്കീൽ, പോലീസ്, ഇങ്ങനെയൊക്കെയുള്ള ജോലികൾ ചെയ്യേണ്ടി വരും. അപ്പോൾ മനുസ്മര യുദ്ധജ, അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി പറഞ്ഞത്. ഇപ്പോൾ സ്വാമി യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു,
ഇനി അദ്വൈതാനന്ദ സ്വാമി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെയും വാക്കത്തി എടുത്ത് വെട്ടിക്കൊല്ലരുത്. വളരെ ചെറിയ മനസ്സിൽ സ്വാമി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, യുദ്ധം ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവനെ അല്ലെങ്കിൽ ഇവളെ വാക്കത്തി എടുത്ത് വെട്ടിക്കൊല്ലണം, അതിനുള്ള ലൈസൻസ് അദ്വൈതാനന്ദ സ്വാമി തന്നിട്ടുണ്ട്, ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ തെറ്റായി ധരിക്കാൻ പാടില്ല. സ്വധർമ്മം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞാൽ മനുസ്മര യുദ്ധജ എന്ന് ഇവിടെ പറയുമ്പോൾ അത് സ്വധർമ്മ നിർവഹണം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും, സ്വധർമ്മ നിർവഹണമാണ്. അത് ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അത് ശരിയായിട്ട് മനസ്സിലാക്കിയില്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ സ്വധർമ്മ അന്വേഷണം, സ്വധർമ്മ നിഷ്ഠ, സ്വധർമ്മത്തിൻ്റെ നിർവഹണം, അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇപ്പോൾ ഇവിടെ ഒരാളെ ഞാൻ ജോലിക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. പിന്നെ കുറച്ച് പച്ചക്കറി കൃഷിയുണ്ട്, പിന്നെ ഇങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, തുണി അലക്കണം, അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കുറേ ജോലികളൊക്കെ അദ്ദേഹം ചെയ്തു. 500 രൂപയാണ് അയാളുടെ കൂലി. അപ്പോൾ തുണി അലക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തുണി അലക്കത്തില്ല. അതെന്താണ്? തുണി ഞാൻ അലക്കിയാൽ എനിക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ തുണി അലക്കുന്ന ജോലി ഞാൻ ചെയ്യില്ല. ബാക്കി ഇതൊക്കെ പരിസരം വൃത്തിയാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ജോലിയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ സെറ്റായിരിക്കുകയാണ്, അങ്ങനെ പാറ പോലെ ഉറച്ചിരിക്കുകയാണ്, മാറ്റാൻ പറ്റത്തില്ല. സ്വധർമ്മ നിർവഹണം എന്ന് പറയുമ്പോൾ ചില സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ജോലികൾ, നമ്മളെ മനസ്സിന് ഇണങ്ങാത്ത ജോലികളും ചെയ്യേണ്ടി വരും. മനസ്സിലായ? പക്ഷെ പൊതുവെ ചിലർക്ക് ചില ജോലികളെ ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ മനസ്സ് അങ്ങനെ കണ്ടീഷൻഡാണ്, പാറ പോലെ ഉറച്ചിരിക്കുകയാണ്. അപ്പം ഒരാൾ തീരുമാനിക്കും, ഞാൻ വിറക് കീറുന്ന ആളാണ്, ഞാൻ വിറക് മാത്രമേ കീറുള്ളൂ, പാറ പൊട്ടിക്കുന്ന പണിക്ക് യാതൊരു കാരണവശാലും പോകില്ല. അങ്ങനെ അയാളോട് തന്നെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അയാളുടെ മനസ്സിനിങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. പിന്നെ ആൾക്ക് വിറക് കയറാനേ പറ്റുള്ളൂ. ആ ആൾക്ക് പാറ പൊട്ടിക്കുന്ന പണിക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ വിറക് കയറാൻ പോയാൽ 600 രൂപ കൂലി, അല്ലെങ്കിൽ 700 രൂപ കൂലി, 800 രൂപ കൂലി. ഇപ്പോൾ പാറ പൊട്ടിക്കേണ്ട പണിയുണ്ട്, ഞാൻ നിങ്ങൾക്ക് 2000 രൂപ കൂലി തരാം. വരാൻ പറ്റുമോ? വരാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അത് എൻ്റെ പണിയല്ല. അതാണ് സ്വധർമ്മ നിർവഹണം. അപ്പം മനുസ്മര യുദ്ധച്ച, എന്നെ ദൈവത്തെ സ്മരിക്കുകയും അവനെ അല്ലെങ്കിൽ അവളെ വെടിവെച്ച് കൊല്ലണം എന്ന് ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ശ്രദ്ധിച്ച് വേണം. അത് തെറ്റിപ്പോകാൻ പാടില്ല. അതാണ് ഒന്നും കൂടി പറഞ്ഞത്. ഇന്ന് 14 തൊട്ട് ഏതാനും ശ്ലോകങ്ങൾ വിസ്തരിക്കും. സമയം 12 മണി. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ നിങ്ങൾ സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കുക. അനന്യചേതാ സതതം യോമാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. ഇപ്പോൾ സംസ്കൃതം എൻ്റെ കയ്യിലിരിക്കുന്നത് സംസ്കൃതത്തിൽ ഉള്ള കാര്യം മലയാളത്തിൽ എഴുതിയതാണ്. അപ്പോൾ നിങ്ങളത് കേട്ടു, പക്ഷെ അത് ഇനി വിസ്തരിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. പാർത്ഥ അനന്യചേതാഹ നിത്യശഃ, അല്ലയോ അർജുന, അന്യചിന്ത കൂടാതെ എന്നെ എപ്പോഴും യാതൊരുവൻ സ്മരിക്കുന്നുവോ, എന്നും എപ്പോഴും യാതൊരുവൻ എന്നെ സ്മരിക്കുന്നുവോ, സതതം യഹ മാം സ്മരതി, ദൈവസ്മരണയോടുകൂടി ദൈവസ്മരണയോടുകൂടി ജീവിക്കണം.
ദൈവസ്മരണയോടുകൂടി ജീവിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഇന്നലെയൊക്കെ പറഞ്ഞു ഇല്ലേ? എന്ത് സംഭവിക്കും നീ പറയും? ദൈവവിചാരം ഇല്ലാതെ ജീവിച്ച എന്ത് സംഭവിക്കും? ദൈവവിചാരം ഇല്ലാതെ ജീവിച്ചാൽ ചിലപ്പോൾ റോട്ടിൽ കിടന്ന് അടി കൂടി എന്താ അങ്ങനെയൊക്കെ സംഭവിക്കും ഇല്ലേ? പാർത്ഥ അനന്യചേതാഹ നിത്യശഃ. അല്ലയോ അർജുന, അന്യചിന്ത കൂടാതെ എന്നും എപ്പോഴും യാതൊരുവൻ എന്നെ സ്മരിക്കുന്നുവോ. എന്നെ സ്മരിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ സ്മരിക്കുക. എന്നിപ്പോൾ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മുടെ പള്ളിയിൽ 5 നേരം ദൈവത്തിനെ വിളിക്കും. അമ്പലത്തിൽ രാവിലെ പൂജ, ഉച്ചക്ക് പൂജ, ചില സ്ഥലത്തൊക്കെ 3 നേരം പൂജ. വീടുകളിലാണെങ്കിൽ പൂജാമുറിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പൂജ, വൈകിട്ട് വിളക്കൊക്കെ എത്തിച്ച് വെച്ച് പ്രാർത്ഥന, പൂജ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അതെന്തിനാണ്? ദൈവചിന്തനം. ദൈവചിന്ത ഇല്ലാതെ ജീവിച്ചാൽ എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ദൈവചിന്തയോടുകൂടി ജീവിക്കണം എന്ന് ഭഗവത്ഗീത പഠിപ്പിക്കുന്നു. നിത്യയുക്തസ്യ തസ്യ യോഗിനഃ അഹം സുലഭ. സ്ഥിര മനസ്സോടുകൂടിയ ആ യോഗിക്ക് ഞാൻ സുലഭനാകുന്നു. സാറിന് നീ വെള്ളം കൊണ്ടേ കൊടുത്താ? ആ സാറിന് വന്ന് കുടിച്ചൂടെ? സുരാഗ് സാറിന് ഇത്തിരി വെള്ളം എടുത്ത് കുടിച്ചൂടെ? അതെ, സുരാഗ് സാറിന് വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ ഇവിടെ വന്ന് വെള്ളം കുടിക്കുക. പിന്നെ അത് വേറെ ആളോട് പറഞ്ഞ് ആ ആൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വേറൊരാൾ ചിന്തിക്കുക, അതെന്താണ് അവന് മാത്രം വെള്ളം കൊണ്ടേ കൊടുത്തത്, എനിക്ക് വെള്ളം തരുന്നില്ലല്ലോ, അവനും തമ്മിൽ എന്താണ് ഇടപാട് എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ ചിന്താക്കുഴപ്പമുണ്ടാവും. അങ്ങനെ ചിന്താക്കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. സുരാഗ് സാറിന് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ സുരാഗ് സാർ ഇവിടെ വന്ന് വെള്ളം എടുത്ത് കുടിച്ചോളണം. അതാണ് ക്ലാസ്സിനെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളിങ്ങനെ കല്ലെറിയുകയാണ്. അദ്വൈതാനന്ദ സ്വാമിയുടെ ക്ലാസ് തകർന്നു പോട്ടെ. അത് ഇതാണ് ചെഗുവേര, ഫിദൽ കാസ്ട്രോക്കെ ചെയ്യുന്ന അങ്ങനെയാണ്, തകർത്ത് കളയും. അദ്വൈതാനന്ദ സ്വാമിയുടെ ക്ലാസ്സിൻ്റെ ഏകാഗ്രത തകർന്നു പോകണം. അപ്പോൾ അതിന് ഉള്ള പണികളൊക്കെ ഇങ്ങനെ ഒപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ പാടില്ല. ഇപ്പോൾ പറഞ്ഞ ഒരു സൂത്രവും മുപ്പരിപ്പ് ഒപ്പിച്ചു അദ്വൈതാനന്ദ സ്വാമിയുടെ ഏകാഗ്രതയെ തകർക്കാൻ വേണ്ടി. ഇനി കുറച്ചുകൂടെ വേറെ ഒരെണ്ണം ഒപ്പിക്കും. അത് മൂപ്പര് പോലും അറിയുന്നില്ല, മൂപ്പരിങ്ങനെ അറിയാതെ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്ന, ആ ഉള്ളിൽ കിടക്കുന്ന വാസന, ആ സംസ്കാരം അവൻ പോലും അറിയാതെ അവനെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. ഒരു പണി പറ്റിക്കുക. അങ്ങനെ പാടില്ല സുരാഗേ, കേട്ടാ. സ്ഥിര മനസ്സോടുകൂടിയ ആ യോഗിക്ക് ഞാൻ സുലഭനാകുന്നു. അപ്പോൾ സ്ഥിര ബുദ്ധി വേണം. സുരാഗന് സ്ഥിരത ഉണ്ടെങ്കിൽ, ഏകാഗ്രത ഉണ്ടെങ്കിൽ അവനിതെല്ലാം കേട്ടിരിക്കും. എല്ലാവരും അകന്നിരിക്കണം. അടുത്തിരുന്ന ആയ കുഴപ്പമാണ്. തോണ്ടുകയും മാന്തുകയും പിച്ചുകയൊക്കെ ചെയ്യും. അപ്പോൾ സ്ഥിരബുദ്ധി വേണം. സ്ഥിര മനസ്സോടുകൂടി, സ്ഥിര ബുദ്ധിയോടുകൂടി വേണം നമ്മൾ ഓരോ കാര്യത്തിൽ ഏർപ്പെടാനായിട്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട്, ഇപ്പോൾ പള്ളിയിൽ 5 നേരം ദൈവത്തിനെ വിളിക്കുന്നത് സ്ഥിരമായിട്ട്, സ്ഥിരബുദ്ധി, സ്ഥിരത. അപ്പോൾ അമ്പലത്തിൽ പൂജ സ്ഥിരമായിട്ട് ഇത്ര മണിക്ക് പൂജ. ഇപ്പോൾ വീടുകളിൽ പൂജ, വീടുകളിൽ വിളക്ക് വെക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഇത്ര മണിക്ക് വിളക്ക് വെക്കുക. ഇപ്പോൾ നിങ്ങൾ ചെറിയ കുട്ടികളാണ്, പേപ്പർ കടലാസ് താഴെ ഇടും. എൻ്റെ വീട്ടിൽ ചൂണ്ട ചൂണ്ട ഉണ്ടെങ്കിൽ നീ പുഴയിൽ പോയിട്ട് ചൂണ്ടിയിട്ട് മീൻ പിടിക്കണം. മീൻ പിടിച്ചിട്ട് അത് പൊരിച്ച് തിന്നുക. അതാണ് നല്ലത്. നിനക്ക് ചേർന്നത് അതാണ്. അത് താഴെ ഇടും. ഇവിടെ ഇരുന്ന് അസ്വസ്ഥത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് ചൂണ്ടിയിടാൻ പോകുക. ചൂണ്ടിയിട്ട് മീൻ പിടിച്ചിട്ട് അതിനെ പൊരിച്ച് തിന്നുക.
ആർക്കെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇനി ചൂണ്ട ഇല്ലെങ്കിൽ അതൊക്കെ സംഘടിപ്പിക്കുക. ഇവിടെ 10 മണിക്ക് ക്ലാസ്സിന് വരുന്നതിന് പകരം പുഴയുടെ അരികിൽ പോയിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിച്ച് അതിനെ പൊരിച്ച് തിന്നുക. അപ്പം എന്താ പറഞ്ഞത്? സ്ഥിരബുദ്ധിയോടുകൂടി, സ്ഥിരതയോടുകൂടി, ഏകാഗ്രതയോടുകൂടി വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അതിന് ഫലം ഉണ്ടാവില്ല. ഇല്ലേ? അതാണ് ദൈവചിന്തനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. മാമുപേത്യ പുനർജന്മ ദുഃഖാലയമശാശ്വതം നാപ്നുവന്തി മഹാത്മാനഃ സംസിദ്ധിം പരമാം ഗതാഃ. 15-ാമത്തെ ശ്ലോകം, 8-ാം അധ്യായം 15-ാമത്തെ ശ്ലോകം. മാം ഉപേത്യ പുനർജന്മ, മാം ഉപേത്യ പരമാം, എന്നെ പ്രാപിച്ചിട്ട് പരമമായ, സംസിദ്ധിം ഗതാഹ മഹാത്മനഃ, സിദ്ധിയെ നേടിയ മഹാത്മാക്കൾ, പുനഃ ദുഃഖാലയം അശാശ്വതം ജന്മ, പിന്നെ ദുഃഖാലയവും നശ്വരവുമായ ന ആപ്നുവന്തി, ജന്മത്തെ പ്രാപിക്കുന്നില്ല. അപ്പോൾ ഇതെന്തിനാണ് പഠിക്കുന്നത്? എന്തിനാണ് മതജീവിതം നയിക്കുന്നത്? മോക്ഷപ്രാപ്തിക്ക് വേണ്ടി. അപ്പോൾ നേരത്തെ പറഞ്ഞു, മരണത്തിന് പകരം വയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മോക്ഷം, സമാധി, നിർവ്വാണം എന്നെല്ലാം പറയുന്നത്. അപ്പോൾ വീണ്ടും ജനിക്കാതിരിക്കാനുള്ള, പുനർജന്മം ഇല്ലാത്ത മോക്ഷം സിദ്ധിക്കണം. അപ്പോൾ മോക്ഷസ്വരൂപം എന്താണെന്നൊക്കെ ചെറിയ കുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അത് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ആധികാരികമായ ടെക്സ്റ്റ് ബുക്കുകൾ ഇവിടെയുണ്ട്. സംസ്കൃതത്തിൽ, ഇംഗ്ലീഷിൽ, മലയാളത്തിലൊക്കെ ഉണ്ട്. പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ വന്നാൽ പഠിപ്പിച്ചു തരും. ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഒരാൾ വന്നു എന്ന് വിചാരിക്കുക, ഒരു കുട്ടി, ഇപ്പോൾ ഈ ക്ലാസ്സിലിരിക്കുന്നതിനൊരു കുട്ടി, സ്വാമി ഇങ്ങനെ മോക്ഷത്തെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ, പുനർജന്മമില്ലാത്ത മോക്ഷത്തെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ, അതൊന്ന് മനസ്സിലായിട്ടില്ല, അതെനിക്ക് പറഞ്ഞു തരണം. നിങ്ങൾ വന്നാൽ ഞാൻ പറയും, ഞാൻ ക്ലാസ് തരാം, നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു ദിവസം വരിക. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ ക്ലാസ്. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതികൾ. അപ്പോൾ നിങ്ങളിങ്ങ് വന്ന് ഉടനെ അങ്ങ് ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ക്ലാസ് തന്നാൽ മനസ്സിലാവില്ല. അതെനിക്കും ബുദ്ധിമുട്ടാവും, നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും. അതൊന്നും അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല. അതൊക്കെ പഠിക്കണമെങ്കിൽ ഇപ്പോൾ ഡെയിലി ക്ലാസ് വേണമെങ്കിൽ ഡെയിലി ഇത്ര മണിക്ക് ഇത്ര മണി തൊട്ട് ക്ലാസ്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് വേണമെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഒരു ക്ലാസ്. പൈസയൊന്നും തരണ്ട. ഗുരുദക്ഷിണ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഗുരുദക്ഷിണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ തരാം, അത് നിർബന്ധമുള്ള കാര്യമല്ല. സംസിദ്ധിം പരമാം ഗതാഹ, പിന്നെ ദുഃഖാലയവും നശ്വരവുമായ ജന്മത്തെ പ്രാപിക്കുന്നില്ല. 16 ആ ബ്രഹ്മഭുവനാലോകാഹ പുനരാവർത്തിനോ അർജുന മാമുപേത്യതു കൗന്ദേയ പുനർജന്മ ന വിദ്യതേ. അർജുന കൗന്ദേയ, ഹേ അർജുന, കുന്തി പുത്ര. ഇവിടെ നേരത്തെ പറഞ്ഞു അർജുനൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ദൈവം എന്താണ്, മോക്ഷം എന്താണ്, പുനർജന്മം ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഒരു കടലാസിൽ എഴുതി കൊണ്ടുവരണം. ചൂടുണ്ടോ? അപ്പോൾ പുറകോട്ടിരിക്കുക, ഏറ്റവും പുറകോട്ടിരിക്കും, കുറച്ചും കൂടി നിങ്ങൾ പുറകോട്ട് വിട്ട് കസേരങ്ങ് നീക്കിയിടും. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒരു കടലാസിൽ എഴുതി കൊണ്ടുവരണം. എനിക്ക് ഇന്ന കാര്യത്തെ പറ്റി സംശയമുണ്ട്, വിശദീകരണം വേണം എന്നും പറഞ്ഞൊരു കടലാസിൽ എഴുതി കൊണ്ടുവരണം. സമ്മതിച്ചാ? നാളെ എഴുതി കൊണ്ടുവരുമോ? ആ ബ്രഹ്മഭുവനാലോകാഹ പുനരാവർത്തിനോ അർജുന മാമുപേത്യതു കൗന്ദേയ പുനർജന്മ ന വിദ്യതേ. അർജുന കൗന്ദേയ, ഹേ അർജുന, കുന്തിപുത്ര. ഇപ്പോൾ അർജുന എന്ന് പറഞ്ഞാലും കുന്തിപുത്ര എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളാണ്. ഇവിടെ ഇരിക്കുന്ന ഒരാൾ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാളോടെ ഇതിൽ പറയാൻ പറ്റുള്ളൂ. ആ ബ്രഹ്മഭുവനാത്, ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങൾ, ലോകാഹ പുനരാവർത്തിനഹ, പുനർജന്മമുള്ളവയാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി
ഒരു ഒരു വാഹനത്തിൽ കയറി തൃശ്ശൂർ വരെ പോയി. അപ്പോൾ എന്തിനാ പോയതെന്ന് വെച്ചാൽ തൃശ്ശൂർ പോയിട്ട് വലിയൊരു ഹോട്ടലിൽ പോയിട്ട് നല്ലൊരു ഭക്ഷണം കഴിക്കണം. നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ട ആഹാരമുണ്ടോ അതെല്ലാം കിട്ടുന്നൊരു ഹോട്ടലാണ്. ഐസ്ക്രീമുണ്ട്, മുട്ടക്കറിയുണ്ട്, കോഴിക്കറിയുണ്ട്, താറാവ് കറിയുണ്ട്, മീൻ കറിയുണ്ട്, എല്ലാ കറിയും, പച്ചക്കറി, സാമ്പാർ, എല്ലാ ഐറ്റംസും ഉണ്ട്. എന്ന് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുക, പിന്നെ തിരിച്ചിങ്ങ് വരിക. അപ്പോൾ അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ആനന്ദം. ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം കഴിക്കണം. പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ട്, കൂൾ ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. ഓറഞ്ച് ജ്യൂസ് വേണ്ടവർക്ക് ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ് വേണ്ടവർക്ക് ആപ്പിൾ ജ്യൂസ്. അതെല്ലാം കഴിച്ച് നല്ല ഉഷാറായി. ഇനി തിന്നാനും വയ്യ, കുടിക്കാനും ഇവിടം വരെ എത്തി. കുറേ തിന്നു കഴിയുമ്പോൾ അങ്ങനെ കുറേ തിന്ന് കുടിച്ചു കഴിയുമ്പോൾ ഇവിടം വരെ എത്തും. പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് തിരിച്ചു വരിക എന്നുള്ളതാണ്. അങ്ങനെ തിരിച്ചു വന്നു. വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി അതിൻ്റെ അകത്ത് കയറിയത് ഭക്ഷണം കഴിക്കാനാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഹോട്ടൽ ഉടമയുമായിട്ടുള്ള ഉടമ്പടി വിട്ടു. ഭക്ഷണം കഴിച്ചു, ബില്ല് കൊടുത്തു. വേണമെങ്കിൽ അവിടെ റിസപ്ഷനിലൊക്കെ കുറച്ച് നേരം ഇരിക്കാം. പിന്നെ അവിടെ നമുക്ക് സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റത്തില്ല. സ്ഥിരമായിട്ടൊക്കെ താമസിക്കണമെങ്കിൽ പിന്നെ വേറെ വ്യവസ്ഥകൾ ചെയ്യണം. പിന്നെ വലിയ വലിയ ഹോട്ടലൊക്കെ ആണെങ്കിൽ അവിടെ റൂമൊക്കെ എടുത്ത് താമസിക്കാം. സാധാരണഗതിയിൽ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു തിരിച്ചിങ്ങ് വരണം. ഇപ്പം ഇതുപോലെ ചില ആധ്യാത്മികമായിട്ടുള്ള ചില അനുഭൂതികളിലേക്ക് നമ്മൾ എത്തിയെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് തിരിച്ചു വരേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്നത്. ആ ബ്രഹ്മഭുവന ലോകാഹ പുനരാവർത്തിനോ അർജുന. ചിലർ ആധ്യാത്മികമായിട്ട് കുറച്ച് പുരോഗതിയൊക്കെ ഉണ്ടാകും, പിന്നെ തിരിച്ചു വരും, താഴോട്ട് പോകും. യോഗ നിലയിൽ കുറച്ചൊക്കെ ഉയർന്ന് കുറച്ച് മര്യാദക്കൊക്കെ ജീവിച്ചു, പിന്നെ താഴോട്ട് വീണ് പോക്കിരിയായിപ്പോയി. അനുസരണയില്ലാത്തവരായിപ്പോയി. യോഗ നിലയിൽ നിന്ന് തെറ്റി, ദൈവവിചാരമൊക്കെ വിട്ടു. പിന്നെ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അങ്ങനെയുള്ളവരൊക്കെ ചില സ്ഥലങ്ങളിലെല്ലാം കർശനമായിട്ടുള്ള നിയമങ്ങളാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വാർത്ത വായിക്കുകയുണ്ടായി. സൗദി അറേബ്യയിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടി മയക്കുമരുന്ന് കടത്തി. അപ്പോൾ സൗദി അറേബ്യ എന്ന് പറഞ്ഞ രാഷ്ട്രം ഇസ്ലാമിക രാഷ്ട്രമാണ്. കർശനമായിട്ടുള്ള നിയമങ്ങളാണ്. പറഞ്ഞതനുസരിച്ചോളണം, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും കൂടി സൗദി അറേബ്യയിലേക്ക് മയക്കുമരുന്ന് കടത്തി വിൽപ്പനയ്ക്ക്. അപ്പോൾ എന്താണ് അവിടുത്തെ നിയമം അനുസരിച്ച് മയക്കുമരുന്ന് കടത്തിയാൽ, അപ്പോൾ ആ രാഷ്ട്രത്തിലൊരു നിയമമുണ്ട്. ഈ രാഷ്ട്രത്തിൽ താമസിക്കുന്ന ആളുകൾ മയക്കുമരുന്ന് ഉണ്ടാക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ കടുത്ത ശിക്ഷ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്താണെന്ന് അറിയുമോ അവർക്ക് കൊടുത്ത ശിക്ഷ എന്തായിരിക്കും? നിങ്ങളൊന്ന് പറയൂ, നീ ഒന്ന് പറയൂ. പറയൂ, എന്ത് ശിക്ഷ അവർക്ക് കൊടുക്കണം? തൂക്കി കൊല്ലണോ? നീ പറയും, എന്ത് ശിക്ഷ കൊടുക്കണം? നീ പറയും. മയക്കുമരുന്ന് കള്ളക്കടത്ത് കടത്തിയ ഒരു ഭാര്യയും ഭർത്താവും അവരെ പിടിച്ചു. എന്ത് ശിക്ഷ കൊടുക്കണം പറയും? ഒരാൾ പറയണു കൊല്ലണോ? അൻസാർ എന്ത് പറയുന്നു? അൻസാറാ നിന്റെ പേരെന്താണ്? ജീവപര്യന്തം ജയിലിലിടണം. നീ പറയും, എന്ത് ശിക്ഷ കൊടുക്കണം? ജയിലിൽ ജാമ്യം കൊടുക്കരുത്, ജയിലിൽ തന്നെ കിടക്കണം, ജയിലിൽ നിന്ന് ഇറക്കാൻ പാടില്ല. ശരി. പിന്നെ അഭിജിത്ത് എന്ത് പറയുന്നു? മയക്കുമരുന്ന് കള്ളക്കടത്ത് കടത്തിയ ഒരു ഭാര്യയും ഭർത്താവിന് എന്ത് ശിക്ഷ കൊടുക്കണം?
ജയിൽ ശിക്ഷ, പിടിച്ച് ജയിലിലിടണം. ഇതിൻ്റെ പേരെന്താ? ജിജിമോൾ പറയും ജയിലിലിട്ടാൽ മതി. പക്ഷെ അവിടുത്തെ ശിക്ഷ അതല്ല, വെട്ടുക. തലക്ക് മുകളിൽ, ഉടലിന് മുകളിൽ കഴുത്ത് പാടില്ല. അത് പരസ്യമായിട്ടാണ് വെട്ടുന്നത്. അങ്ങനെ രണ്ടുപേരെ നിർത്തിയിട്ട് വലിയ വാളിന് വെട്ടി. ഇങ്ങനെ കർശനമായിട്ടുള്ള നിയമങ്ങൾ, മതനിയമങ്ങൾ ഉള്ള രാഷ്ട്രങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മനുഷ്യൻ ദൈവവിചാരത്തോടു കൂടി മര്യാദക്ക് ജീവിച്ചോളണം, അല്ലെങ്കിൽ വെട്ടും. ഇപ്പോൾ ബ്രൂണോ എന്ന് പറഞ്ഞ സ്ഥലത്ത് മദ്യം ഉണ്ടാക്കുവാനോ കുടിക്കുവാനോ കൊടുക്കുവാനോ പാടില്ല. അങ്ങനെ ചെയ്താൽ കൈവെട്ടും. കർശനമായിട്ടുള്ള നിയമങ്ങൾ, മതനിയമങ്ങൾ. അപ്പോൾ അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വീണു പോകാതിരിക്കാനാണ്. മനുഷ്യർ കുറ്റകൃത്യങ്ങൾ ചെയ്ത് അവർ ദൈവികമായിട്ടുള്ള വഴിയെ പോയിട്ട് വീണു പോകാൻ പാടില്ല. അവർക്ക് സദ്ഗതി ഉണ്ടാകണം. അതിന് സദ്ഗതി ഉണ്ടാകുന്നതിന് തടസ്സമായിട്ട് മദ്യം ഉപയോഗിക്കുകയോ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ വ്യഭിചാരം ചെയ്യുകയോ ചെയ്താൽ കൈവെട്ടും, അല്ലെങ്കിൽ കാല് വെട്ടും. അപ്പം അങ്ങനെ കർശനമായിട്ടുള്ള നിയമങ്ങൾ. വ്യഭിചാരം ചെയ്യാൻ പാടില്ല, കർശനമായിട്ടുള്ള നിയമങ്ങൾ ചില സ്ഥലത്തുണ്ട്. ഇപ്പോൾ ഒരു പത്രത്തിൽ ഒരു വാർത്ത വായിക്കുകയായിരുന്നു. അവളുടേതല്ലാത്ത പുരുഷൻ്റെ കൂടെ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് നീ എന്തെന്ന് വിചാരിക്കുമോ? അവളുടേതല്ലാത്ത പുരുഷൻ്റെ കൂടെ അവളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഉസ്താദ് കണ്ടു. അവളെ അങ്ങ് പിടിച്ചിട്ട് അവളെ മലത്തിൽ കിടത്തിയിട്ട് ചാട്ട കൊണ്ട് 40 അടി. അപ്പോൾ വ്യഭിചാരം ചെയ്താൽ അവിടുത്തെ ശിക്ഷാ നിയമം ചാട്ട കൊണ്ട് 40 അടി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പാടില്ല, വ്യഭിചാരം പാടില്ല. എന്തുകൊണ്ട്? അവർ മതനിയമങ്ങളൊക്കെ അനുസരിച്ച് സദ്ഗതിയിലേക്ക് പോകേണ്ട ആൾക്കാരാണ്. അവരിങ്ങനെ താന്തോന്നികളായിട്ട് ജീവിക്കാൻ പാടില്ല. 10 മണിക്ക് ക്ലാസ്സിന് പറയേണ്ട ഒരാൾ ഇപ്പോൾ 12:15 വന്നിരിക്കുന്നത്. അവൻ പുറകിൽ പോയിരിക്കും. അവിടെ ഇരുന്നു 10 മണിക്ക് വരേണ്ട ആൾ ഇപ്പോൾ എത്തിയിരിക്കുന്നതാണ് 12:15. അപ്പോൾ ശിക്ഷണ നടപടികൾ വേണോ? ശിക്ഷിക്കണോ നിന്നെ? ശിക്ഷിക്കണം. നിനക്ക് ഞാൻ ശിക്ഷ തരുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഇവിടെ ചോറ് വിളമ്പുമ്പോൾ ഒരു കറി കഴിക്കാൻ പാടില്ല. ചോറ് സാമ്പാർ 2 കറി ഉണ്ടാവും. പക്ഷേ ലേറ്റായിട്ട് വന്നതുകൊണ്ട് നീ ആ കറി വിളമ്പുമ്പോൾ അതിൽ ഒരു കറി കഴിക്കരുത് കേട്ടാ. നിന്റെ പേരെന്താണ്? സജി. എന്താണ്? സജിൽ. സജിൽ 10 മണിക്ക് ക്ലാസ്സിന് വരേണ്ട ആൾ 12:15 വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ശിക്ഷാ നിയമം അനുസരിച്ച് ക്ലാസ്സിൽ ലേറ്റായിട്ട് വരുന്നവർ കറി വിളമ്പുമ്പോൾ 2 കറി വിളമ്പുന്നുണ്ടെങ്കിൽ ഒരു കറി കഴിക്കാൻ പാടില്ല. മനസ്സിലായോ? ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. മാമുപേത്യതു പുനർജന്മ ന വിദ്യതേ. അപ്പോൾ ആ ബ്രഹ്മഭുവനാലോകാഹ പുനരാവർത്തനു അർജുന മാമുപേത്യതു കൗന്ദേയ പുനർജന്മ ന വിദ്യത. അപ്പോൾ പുനർജന്മമില്ലാത്ത, അപ്പോൾ വീണ്ടും ജനിക്കാത്ത മോക്ഷത്തെ അല്ലെങ്കിൽ നിർവ്വാണത്തെ, ശാന്തിയെ പ്രാപിക്കേണ്ടതുണ്ട്. മനസ്സിലായ? അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ പരമോന്നതമായിട്ടുള്ള ഒരു ശാന്തി, ഒരു സമാധാനം, ഒരു മോക്ഷസുഖം ഉണ്ടാകണം. അപ്പോൾ അതിന് താഴെയുള്ള ഒരു സ്ഥലത്ത് പോയാലോ നമ്മൾ തിരിച്ചു വരേണ്ടി വരും. ഇല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി സാധാരണഗതിയിൽ ഇങ്ങനെ തിരിച്ചു വരണം. കാരണം അവിടുത്തെ ഇടപാട് കഴിഞ്ഞു. നമ്മളവിടെ പോയി ഭക്ഷണം കൊടുത്തു, പൈസ എല്ലാം കൊടുത്തു, വണ്ടി വിട്ടോ, തിരിച്ചു വന്നു. അപ്പോൾ ആ സുഖമെല്ലാം പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൺമുമ്പിൽ കോഴിക്കറിയില്ല, മീൻകറിയില്ല, ഐസ്ക്രീമില്ല, ഒന്നുമില്ല.
അപ്പോൾ ഇനി വേറെ അതിനേക്കാൾ ഉപരിയായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? പുനർജന്മം ഇല്ലാത്ത മോക്ഷപ്രാപ്തി അതുണ്ട്. അത് പ്രത്യേകം ദീക്ഷിതരായിട്ടുള്ള ആളുകൾക്ക് ഒക്കെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും പറഞ്ഞാൽ അതൊന്നും മനസ്സിലാക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട് വരും. ഒരുപക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ അതിനെപ്പറ്റി പറഞ്ഞു എന്ന് വരും. അതിന് ആധികാരികമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വിദ്യാലയം, ഈ വേദാന്ത വിദ്യാലയം മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള പഠിക്കുന്ന കുട്ടികൾ വേണം. 10 മണിക്ക് ക്ലാസ്സിന് വരേണ്ട ആൾ 12 മണിക്ക് വന്ന് ശരിയാവില്ല. അതേ ഒരാൾ കടന്നു അസ്വസ്ഥതാണോ? ഒതുങ്ങിയിരിക്കും. നീ രാവിലെ എന്താണ് കഴിച്ചത്? നിൻ്റെ പേരെന്താണ്? ബിബിൻ. നീ രാവിലെ എന്താ കഴിച്ചത്? ദോശയുടെ കൂടെ എന്ത് കഴിച്ചു? മിണ്ടേ, അതുകൊണ്ട് ചോദിക്കട്ടെ, ദോശയുടെ കൂടെ എന്ത് കഴിച്ചു? സാമ്പാർ. ദോശ എത്ര എണ്ണം കഴിച്ചു? 3 എണ്ണം. നീ നാളെ മുതൽ 2 ദോശയെ കഴിക്കാവൂ കേട്ടാ. 3 ദോശ കഴിച്ചാൽ നിനക്ക് അസ്വസ്ഥത കൂടും. മനസ്സിലായ? നാളെ തൊട്ട് നാളെ ദോശയില്ലേ, പിന്നെന്താണ്? 17 സഹസ്രയുഗ പര്യന്തം അഹരിയത് ബ്രഹ്മണോ വിദുഹു രാത്രിം യുഗസഹസ്രാന്താം തേയഹോരാത്ര വിദോ ജനാഹ. 17 ശ്ലോകം വിസ്തരിക്കുന്നു. ഇവിടെ 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 ഇളകരുത്. കടന്നൽ കൂടെ ഇളകാതെ നോക്കണം. ഇളകാതെ നോക്കും. സഹസ്രയുഗ പര്യന്തം 1000 യുഗങ്ങൾ കൂടിയ യാതൊന്നു. യത് ബ്രഹ്മണ അഹഹ ബ്രഹ്മാവിൻ്റെ പകലാണോ അതിനെയും യുഗസഹസ്രാന്താം രാത്രിയും 1000 യുഗങ്ങൾ കൂടിയ ബ്രഹ്മാവിൻ്റെ രാത്രിയെയും ജനാഹ വിദുഹു യാതൊരു ജനങ്ങൾ അറിയുന്നുവോ തേ അഹോരാത്ര വിദഹ അവർ പകലും രാത്രിയും അറിയുന്നവരാകുന്നു. അപ്പം ഇത് നേരത്തെ പറഞ്ഞു. നമ്മൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയാൽ തിരിച്ചു വരുന്ന കാര്യം, അങ്ങനെയുള്ള താണവടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ടി വരും. പിന്നെ തിരിച്ചു വരവില്ലാതെ പുനരാവർത്തി ഇല്ലാത്ത മോക്ഷപ്രാപ്തിയുണ്ട്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് സമയവും സന്ദർഭം അനുസരിച്ച് നിങ്ങൾക്ക് ഞങ്ങൾ വിശദീകരിച്ച് തരാനായിട്ട് തയ്യാറാണ്. നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകണം. 18 അവ്യക്താദ്വ്യക്തയ സർവാഹ പ്രഭവത്യഹ രാഗമേ രാത്രാഗമേ പ്രലീയന്തേ തത്രൈവ അവ്യക്ത സംജ്ഞകേ. അഹരാഗമേ അവ്യക്താത് ബ്രഹ്മാവിൻ്റെ പകൽ ആരംഭിക്കുമ്പോൾ സർവാഹ വ്യക്തയ പ്രഭവന്തി അവ്യക്തത്തിൽ നിന്നും സർവചരാചരങ്ങളും വ്യക്തങ്ങളായി ഉണ്ടാകുന്നു. രാത്രാഗമേ അവ്യക്ത സംജ്ഞകേ രാത്രി തുടങ്ങുമ്പോൾ അവ്യക്തമെന്ന് പേരായ അതിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. എത്ര ആൾ മതി? അപ്പം ഇരിക്കുന്നവർ ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. ഇരിക്കാൻ പറ്റാത്തവർക്ക് എന്തോ അസ്വസ്ഥത ഉണ്ടെന്ന് അർത്ഥം. ബ്രഹ്മാവിൻ്റെ പകൽ ആരംഭിക്കുമ്പോൾ അവ്യക്തത്തിൽ നിന്ന് മൂലപ്രകൃതിയിൽ നിന്ന് സർവചരാചരങ്ങളും വ്യക്തമായി ഭവിക്കുന്നു. നമ്മൾ എല്ലാവരും രാത്രി ആകുമ്പോൾ കിടന്നുറങ്ങും ഇല്ലേ? ഉറങ്ങി നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് വരും. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഇപ്പോൾ നമ്മുടെ കൺമുമ്പിലിരിക്കുന്ന ഈ കസേര, ഈ ബെഞ്ച്, ഡെസ്ക്, ഈ മൈക്രോഫോണ്, ഫാന്, ഈ സ്പീക്കർ, ഇതെല്ലാം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ചൈതന്യാദാഗതം സ്ഥൂല സൂക്ഷ്മാത്മകം ഇതം ജഗത് എന്നാണ്. ഇതെല്ലാം എവിടെ നിന്ന് വന്നു? ചൈതന്യത്തിൽ നിന്ന് വന്നിരിക്കുന്നു. ചൈതന്യാത് ആഗതം സ്ഥൂല സൂക്ഷ്മാത്മകം ഇതം ജഗത്. സ്ഥൂല രൂപത്തിലും സൂക്ഷ്മ രൂപത്തിലും കാണുന്നതെല്ലാം എവിടെ നിന്ന് വന്നു? ചൈതന്യത്തിൽ നിന്ന് വന്നു. നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് ഈ സ്ഥൂല വസ്തുക്കളാണ്.
അപ്പോൾ അവ്യക്തമായ ഒരു തത്വത്തിൽ നിന്ന് ഇതെല്ലാം വന്നിരിക്കുന്നു. ഭൂതഗ്രാമസ്സ ഏവായം ഭൂത്വാ ഭൂത്വ പ്രലീയതേ രാത്രിയാഗമേ അവശപ്പാർത്ത പ്രഭവത്യഹരാഗമേ. പാർത്ഥ സ ഏവായം ഭൂതഗ്രാമ, ഹേ അർജുന, ആ പ്രാണി സമൂഹം തന്നെ വീണ്ടും വീണ്ടും ഉണ്ടായി രാത്രി തുടങ്ങുമ്പോൾ ലയത്തെ പ്രാപിക്കുന്നു, പകൽ തുടങ്ങുമ്പോൾ പരതന്ത്രരായി ജനിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഉറങ്ങുന്നു, വീണ്ടും ഉണർന്നു വരുന്നു, ഇല്ലേ? ഇതുപോലെ കർമ്മവാസനകൾ അനുസരിച്ച് ഓരോന്നൊക്കെ ജനിക്കുകയും ഇവിടെ നിലനിൽക്കുകയും പിന്നെ വീണ്ടും തിരിച്ചു പോവുകയും കർമ്മവാസനകൾ ഒടുങ്ങിയില്ലെങ്കിൽ പിന്നെയും വരികയും ചെയ്യുന്നു. അല്ലയോ അർജുന, മുമ്പുണ്ടായിരുന്ന അതേ പ്രാണി സമൂഹം തന്നെയാണ് വീണ്ടും വീണ്ടും ഉണ്ടായി ലയത്തെ പ്രാപിക്കുന്നത്. പകൽ തുടങ്ങുമ്പോൾ അവ പരതന്ത്രരായി പൂർവകർമ്മവാസനകൾക്ക് അധീനരായി ജനിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മളുടെ കൺമുമ്പിൽ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ ഈ ഭൂമിയിൽ എത്ര പേര് ജനിക്കുന്നു, എത്ര പേര് മരിക്കുന്നു, അതിൻ്റെ കണക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു നിമിഷം എടുത്താൽ മനുഷ്യൻ്റെ കാര്യം എടുത്താൽ സുരാഗ് പറയും എത്ര ആൾക്കാർ മരിക്കുന്നു, എത്ര ആൾക്കാർ ജനിക്കുന്നു. അതിന് വല്ല കണക്ക് വല്ലതും ഉണ്ടോ? അപ്പോൾ കൺമുമ്പിലേക്ക് വരുന്നു, പിന്നെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു പോകുന്നു. എവിടെ നിന്ന് വന്നുവോ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നു. ഒരു തിര കടലിൽ നിന്നുണ്ടായി കടലിൽ സ്ഥിതി ചെയ്ത് കടലിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇരുപത്. ഇരുപതാമത്തെ ശ്ലോകം കൂടി വിസ്തരിച്ചിട്ട് 12:30 മണിയായി. നമ്മൾ ഈ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഈ യജ്ഞം ഉപസംഹരിക്കപ്പെടും. കുട്ടികൾ 10 മണിക്ക് വരേണ്ട ആളുകൾക്ക് 12:30 മണിക്കാണ് വന്നിരിക്കുന്നത്. ലേറ്റായിട്ട് വരുന്നവർ കറികൾ കഴിക്കാൻ പാടില്ല, ചോറ് മാത്രമേ കഴിക്കാവൂ. അകന്നിരിക്കി. ആ മണിയാശനോട് വരാൻ പറയും, മണിയാശനോടൊന്ന് വരാൻ പറയും. സുരാഗെ, ആ മണിയാശനോടൊന്ന് വരാൻ പറയും. ഒരു ശ്ലോകം കൂടി വിസ്തരിക്കണം. മണിയാശാനൊന്ന് വരൂ, മുട്ടമ്പടിയായിട്ട് വാ. എവിടെ സെക്യൂരിറ്റി ഗാർഡ്? എവിടെ? മണിയാശൻ അവിടെ ഇല്ലേ? മണിയാശൻ മുങ്ങിയാ? മണിയാശൻ മുങ്ങിയാ? സെക്യൂരിറ്റി ഗാർഡ് മുങ്ങി. അപ്പോൾ തൽക്കാലത്ത് സുരാഗ് കുട്ടികളൊക്കെ ഒന്ന് ഒതുക്കിയിരുത്ത്. അവനെ പുറയിലിരുത്ത്. ഇരുപതാമത്തെ ശ്ലോകം കൂടി നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കേട്ടിരിക്കുക. ഹലോ സാറേ, നേരെ ഇരിക്കുക. എന്താ സാറേ ഇങ്ങനെ അസ്വസ്ഥനാകുന്നത്? 10 മണിക്ക് ശേഷം വന്ന കുട്ടികൾ കറികൾ കഴിക്കാൻ പാടില്ല.
വെള്ളം കുടിച്ചിട്ട് വേഗം അവിടെ പോയിരിക്കും, വേഗം അവിടെ പോയിരിക്കും. പത്ത് മണിക്ക് ശേഷം വന്നവർ കറികൾ കഴിക്കാൻ പാടില്ല, ചോറ് മാത്രമേ തിന്നാവൂ. വെള്ളം കുടിച്ചിട്ട് വേഗം അവിടെ പോയിരിക്കും. വെള്ളം കുടിക്കുക എന്നും പറഞ്ഞ ഒരു 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 ശല്യം ഉണ്ടാക്കുക. ഏതെങ്കിലും എടുത്ത് ഗ്ലാസ് എടുത്ത് കുടിക്കുക. ഭഗവത്ഗീത 8-ാം അധ്യായം 20. നീ എന്താണ് കാണിക്കുന്നത്? നീ ശല്യം ഉണ്ടാക്കാതെ അവിടെ പോയി ഇരിക്കും. നീ ഭഗവത്ഗീത 8-ാം അധ്യായം 20-ാമത്തെ ശ്ലോകം, ഒരു ശ്ലോകം കൂടി എടുത്തതിന് ശേഷം അവിടെ ഇരിക്കും. എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കും. ആരും വെള്ളം കുടിക്കണ്ട, ക്ലാസ് കണ്ട് കുടിച്ചാൽ മതി. വേണ്ട, ക്ലാസ് കണ്ട് കുടിച്ചാൽ മതി. അവിടെ ഇരിക്കും. വേണ്ട, അവിടെ ഇരിക്കും. വെള്ളം കുടിക്കാൻ സമയം തന്നല്ലോ, ഇനി ക്ലാസ് കണ്ട് കുടിച്ചാൽ മതി. ഈ 20-ാമത്തെ ഒരു ശ്ലോകം കൂടി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പ്രസാദം കഴിക്കാം. ഈ 10 മണിക്ക് ശേഷം വന്ന കുട്ടികൾ ചോറ് മാത്രമേ കഴിക്കാവൂ, കറികൾ കഴിക്കാൻ പാടില്ല. ശിക്ഷണ നടപടികളുണ്ട്. പരസ്തസ്മാത് ഭാവോന്യഃ അവ്യക്താദ് സനാതനഃ യസ് സർവേഷു ഭൂതേഷു നശ്യസു ന വിനശ്യതി. അപ്പം നശിക്കാത്തൊരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് അക്ഷര ബ്രഹ്മയോഗം. വെള്ളം കുടിക്കുന്നവർ വെള്ളം കുടിച്ചതിന് ശേഷം അവിടെ തന്നെ ശാന്തമായിട്ടിരിക്കുക. അപ്പം നശിക്കാത്ത ഒരു കാര്യത്തെ പറ്റി ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ ഇരിക്കുന്നേ, നീ അവിടെ തന്നെ ഇരിക്കും. വെള്ളം കുടിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും. അവിടെ തന്നെ ഇരിക്കടെ ഇറക്കാം നീ. എടാ അവിടെ ഇരിക്കുന്നേ, അവിടെ ഇരിക്കുന്നേ, അവിടെ തന്നെ ഇരിക്കുക. എടാ ആദ്യം ഒതുങ്ങിയിരിക്കാൻ പഠിക്കുക. ഇത് കേൾക്കണമെങ്കിൽ ആദ്യം ഒതുങ്ങിയിരിക്കണ്ടേ. നീ വെള്ളം കുടിച്ചതിന് ശേഷം ഗ്ലാസ്സുമായിട്ട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞില്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് കളയാം. തു തസ്മാത് അവ്യക്താത്, എന്നാൽ ആ അവ്യക്തത്തിൽ നിന്ന് അന്യഹ പരഹ സനാതനഹ, അന്യമായി ശ്രേഷ്ഠവും ശാശ്വതവുമായി യഹ അവ്യക്ത ഭാവഃ, യാതൊന്ന് അവ്യക്തമായിട്ടുണ്ടോ സഹ സർവേഷു ഭൂതേഷു, അത് സർവഭൂതങ്ങളും നശ്യസു ന വിനശ്യതി, നശിക്കുമ്പോഴും നശിക്കുന്നില്ല. തു തസ്മാത് അവ്യക്താത്, എന്നാൽ ആ അവ്യക്തത്തിൽ നിന്ന് അന്യഹ പരഹ സനാതനഃ, അന്യമായി ശ്രേഷ്ഠവും ശാശ്വതവുമായി യഹ അവ്യക്ത ഭാവഃ, യാതൊന്ന് അവ്യക്തമായിട്ടുണ്ടോ സഹ സർവേഷു ഭൂതേഷു, അത് സർവഭൂതങ്ങളും നശ്യസു ന വിനശ്യതി, നശിക്കുമ്പോഴും നശിക്കുന്നില്ല. അക്ഷയമായ ഒരു സത്യത്തെ പറ്റി പറയുന്നു. സുരായ, അക്ഷയ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷയ അക്ഷയം, അക്ഷയ. അക്ഷയ ആരുടെ പേര്? പെണ്ണിന്റെ പേരാ? ഏത് പെണ്ണിന്റെ പേര്? ചീർമ്പക്കല്ല് പെണ്ണണ്ട? അക്ഷയ എന്ന് പറഞ്ഞ പെണ്ണണ്ട? ആ, പക്ഷേ ആ അക്ഷയ എന്ന് പറഞ്ഞ പെണ്ണ് ഉണ്ടായി നിന്ന് മറഞ്ഞു പോകുന്നതാണ്. അത് താത്വികമായിട്ട് മനസ്സിലാക്കുമ്പോൾ അവൾ ഇന്നലെ ഉണ്ടായിരുന്നില്ല, ഇന്നുണ്ട്, നാളില്ല. അപ്പം അവളുടെ പേര് അക്ഷയ എന്നാണെങ്കിലും അത് പാരമാർത്ഥികമല്ല, അത് വ്യാവഹാരികമാണ്. ഒരു താൽക്കാലിക
ബ്രഹ്മസത്യമാണ്, താൽക്കാലിക സത്യം. അപ്പോൾ അക്ഷയ എന്ന് ഒരു പെൺകുട്ടിക്ക് പേരുണ്ടെങ്കിൽ അതൊരു താൽക്കാലിക സത്യമാണ്. ഇവിടെ പറയുന്നത് എന്താണ്? യഹ സ സർവേഷു ഭൂതേഷു നശ്യസു ന വിനശ്യതി അവ്യക്താത് അവ്യക്ത യ അവ്യക്ത ഭാവ, യാതൊരു അവ്യക്തമായിട്ടുണ്ടോ, സഹ സർവേഷു ഭൂതേഷു, അത് സർവഭൂതങ്ങളും നശിക്കുമ്പോഴും നശിക്കുന്നില്ല. അപ്പോൾ നശിക്കാത്ത ഒന്ന്, സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു സത്യത്തിൽ നിന്ന് ഈ കൺമുമ്പിൽ കാണുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സ്പീക്കർ കാണുന്നു, ഒരു പാത്രം കാണുന്നു, മൈക്രോഫോൺ കാണുന്നു, അത് ബിസ്ക്കറ്റ് കാണുന്നുണ്ട്, പിന്നെ മനുഷ്യന്മാരെയെല്ലാം കാണുന്നു. അപ്പോൾ ഈ കാണുന്നതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, സ്ഥിരതയില്ല. ഇത് എവിടെ നിന്ന് വരുന്നു? ഒരു മാറാത്ത സത്യത്തിൽ നിന്ന് വരുന്നു, നാശമില്ലാത്ത അക്ഷയമായ അക്ഷരമായിട്ടുള്ള ഒരു ബ്രഹ്മസത്യത്തിൽ നിന്ന്, ഒരു അവ്യക്തം, സനാതനമായിട്ടുള്ള, സനാതനം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് അക്ഷയ എന്ന് പേരിട്ടാൽ ആ പേരിട്ടതുകൊണ്ട് അവൾ നശിക്കാതിരിക്കുമോ? അവള് ഒരു തിര പോലെയാ. ഒരു തിര കടലിൽ നിന്നുണ്ടായി കടലിൽ സ്ഥിതി ചെയ്ത് കടലിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അപ്പോൾ നശിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ജ്ഞാന കണ്ണുകൊണ്ട്, അന്തർദൃഷ്ടി കൊണ്ട് ദർശിച്ചോളണം. മനസ്സിലായ? ഇറ്റ് ഈസ് ഇൻഡ്യൂഷണൽ അവയർനെസ്, ആനുഭൂതിക ജ്ഞാനം. ആനുഭൂതിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആനുഭൂതിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നൗഫലെ, ആനുഭൂതിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? എന്തായാലും ഈ ശ്ലോകം നാളെ ഒന്നും കൂടി എടുക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.